നമസ്കാരം. തുടർഭരണം ലഭിച്ചതോടെ പാർട്ടി നേതാക്കളിൽ പണമുണ്ടാക്കാനുള്ള ആർത്തിയാണെന്നും ഈ രീതിയിലാണ് മുന്നോട്ടു പോകുന്നത് എങ്കിൽ ശുഭകരമല്ല എന്നും CPIM പ്രവർത്തന റിപ്പോർട്ട്. സഖാക്കൾ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിക്കുന്നു, കണക്കിൽപ്പെടാത്ത പണം ഉപയോഗിച്ച് കൂട്ടുകച്ചവടം നടത്തുന്നു. പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടുന്ന കൊട്ടേഷൻ സംഘങ്ങൾ പലയിടത്തുമുണ്ട്. നേതാക്കൾ ഉൾപ്പെടെ അടിമുടി തിരുത്തലിന് വിധേയമാകണമെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ച 5 ഭാഗങ്ങളുള്ള പ്രവർത്തന റിപ്പോർട്ട് അടിവരയിടുന്നു. അതേസമയം പൊതുമേഖലയിലടക്കം നയം മാറ്റത്തിന്റെ സൂചന നൽകുകയാണ് CPIMന്റെ വികസന രേഖ. ഒരു വശത്ത് വികസന പദ്ധതികൾ പറയുമ്പോൾ ക്ഷേമപ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന സന്ദേശവും രേഖയിലുണ്ട്. പുനരുദ്ധീകരിക്കാൻ കഴിയാത്ത സ്ഥാപനങ്ങളിൽ പൊതു സ്വകാര്യ പങ്കാളിത്തമാകാമെന്നാണ് രേഖ നിർദ്ദേശിക്കുന്നത്. സെസ് ചുമത്താനുള്ള സാധ്യത പരിശോധിക്കണം. താൽപ്പര്യമുള്ളവർക്ക് നടത്തിക്കൊണ്ടുപോകാൻ വ്യക്തമായ നിബന്ധനയോടെ കരാറിൽ ഏർപ്പെടുന്നതും പരിശോധിക്കാമെന്ന് വികസന രേഖയിൽ പറയുന്നു. എല്ലാ സൗജന്യങ്ങളും സമ്പന്ന വിഭാഗങ്ങൾക്ക് ഉൾപ്പെടെ നൽകണോ എന്നതിൽ ആലോചന വേണം എന്ന് രേഖ നിർദ്ദേശിക്കുന്നു. അതേസമയം വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ പ്രത്യേക വിഭാഗങ്ങളിലാക്കി ഫീസ് ചുമത്തണമെന്ന നിർദ്ദേശങ്ങൾ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുകയാണ്. ഏറെക്കാലമായി വർധന വരുത്താത്ത മേഖലകളിൽ ഫീസോ നികുതിയോ വർദ്ധിപ്പിക്കണം എന്നും ശുപാർശയുണ്ട്. എന്നാൽ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കണം എന്നും രേഖ പറയുന്നു. കൃത്യമായി വിതരണം ചെയ്യും. വീട്ടമ്മമാർക്ക് പ്രത്യേക പെൻഷൻ എന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനം നടപ്പിലാക്കും എന്നും രേഖയിൽ പറയുന്നുണ്ട്. വികസന വിരുദ്ധരെന്നും സ്റ്റാലിനിസ്റ്റ് പാർട്ടി എന്നുമുള്ള രാഷ്ട്രീയ എതിരാളികളുടെ വിമർശനങ്ങൾക്ക് തടയിടുകയാണോ നയരേഖയിലൂടെ CPIM എന്നാണ് പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ A. സജീവൻ, ഡോക്ടർ B. ജയരാജ് CPIM സഹയാത്രികൻ, MK ഹരിദാസ് പ്രോപ്പർ ചാനൽ പ്രതിനിധി, ശ്രീ P. സുജാതൻ മുതിർന്ന മാധ്യമപ്രവർത്തകർ എന്നിവരാണ് ചർച്ചയുടെ ഭാഗമാകുന്നത്. ആദ്യം ശ്രീ സജീവൻ, ഇവിടെ ഇതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ നടക്കുന്നു. അത് പാർട്ടിയുടെ ആഭ്യന്തര വിഷയമാണ് എന്ന് പറയുമ്പോൾ പോലും വലിയ മാറ്റങ്ങൾക്ക് കൂടി പാർട്ടി തയ്യാറാകുന്നു എന്നതാണ് വികസന രേഖയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരിക്കൽ തള്ളിപ്പറയുകയും കാലങ്ങളോളം പ്രതിഷേധമുയർത്തുകയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളടക്കം ഇത്തരം ആശയങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ അതിനെയൊക്കെ അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്ത പാർട്ടിയാണിപ്പോൾ ഈ വികസന രേഖ മുന്നോട്ട് വയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ വികസന രേഖയിലൂടെ വായിച്ചെടുക്കേണ്ടത്? പാർട്ടിക്ക് വൈകിപ്പോയി എന്നാണോ? അങ്ങനെയല്ല. ഇതിൽ പാർട്ടിക്ക് വൈകിപ്പോവുക എന്ന് പറയുന്നത് നമ്മൾ കാണേണ്ടത് ഓരോ ഘട്ടത്തിലും പാർട്ടി ഓരോ തരത്തിലുള്ള നയം ആണ് സ്വീകരിക്കുക. അത് പലപ്പോഴും കാലഹരണപ്പെടുന്നൊരവസ്ഥയുണ്ടാകും. ആ നേരത്തെ എടുത്തുള്ള നയം ഇപ്പോഴത്തെ കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്ന് തോന്നുന്ന ഘട്ടത്തിൽ അത് തിരുത്തുകയാണ് വേണ്ടത്. പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, പ്രത്യേകിച്ച് CPM തന്നെ അങ്ങനെ തിരുത്താൻ മടിച്ച ഘട്ടങ്ങളുണ്ട് പല ഘട്ടങ്ങളിലും. അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നമുക്കെല്ലാവർക്കും അറിയാം, സ്വകാര്യവൽക്കരണത്തെ വളരെ ശക്തമായിട്ട് എതിർത്ത പാർട്ടിയാണ് CPM. അങ്ങനെ CPM അതിരൂക്ഷമായ രൂപത്തിൽ ഒരു തരത്തിലും സ്വകാര്യവൽക്കരണം അംഗീകരിക്കില്ല, അതിനെ ഒരു തരത്തിലും നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ പാർട്ടി ഇപ്പോഴെന്തുകൊണ്ടാണ് തുറന്ന സ്വകാര്യവൽക്കരണത്തെ സ്വീകരിക്കുന്നത്? അതായത് തുറന്ന മനസ്സോട് കൂടിയിട്ട് സ്വകാര്യവൽക്കരണത്തെ അംഗീകരിക്കുകയും ചെയ്തു. കാരണം അവർക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നേരത്തെയുള്ള നയവുമായി പോയി കഴിഞ്ഞാൽ ഒരിക്കലും സമൂഹത്തിന് മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല. അത് സ്വാഭാവികമായിട്ടും പാർട്ടിയെ തന്നെ പിന്നോട്ടേക്ക് കൊണ്ടുപോകുന്നൊരവസ്ഥയിൽ, ജനകീയമല്ലാതാക്കി മാറ്റുന്ന ഒരവസ്ഥയിൽ എത്തിക്കും. സ്വാഭാവികമായിട്ടും കാലത്തിനനുസരിച്ച് മുന്നോട്ടേക്ക് പോവുക എന്ന് പറയുന്ന ഒരു നയമാണ് ഇപ്പോഴത്തെ സംസ്ഥാന സമ്മേളനത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ള ഈ പ്രവർത്തന റിപ്പോർട്ടിലുള്ളത് എന്നാണ് ഞാൻ. അവിടെയാണ് ശ്രീ സജീവ് സാർ ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. ഇതിലിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ പുതുമയുള്ളത് എന്ന് പറയാൻ സാധിക്കില്ല. ഒരുപക്ഷെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഇതുവരെ മുന്നോട്ട് പോയ ലൈനിൽ നിന്ന് വ്യത്യസ്തമാകാം. ഇതിലിപ്പോൾ ഈ പറയുന്ന ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സ്ഥാപനങ്ങൾ, അതിലേക്ക് സ്വകാര്യവൽക്കരണം വരുന്നു, അല്ലെങ്കിൽ PPP മോഡലിൽ ഉള്ള നിക്ഷേപങ്ങൾ ആകാം എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു.
അതോടൊപ്പം തന്നെ ഈ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നവർക്ക് ഇത്തരം ആനുകൂല്യങ്ങളൊക്കെ എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് നൽകണമോ എന്ന ചോദ്യം ഉയരുന്നു. ഈ സംഭവങ്ങളൊക്കെ പരിശോധിച്ചാൽ ഇതൊന്നും പുതുമയുള്ളതായി നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല. പക്ഷെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് ഇതൊക്കെ പുതുമയായി തോന്നുന്നത്. ഇപ്പോൾ തന്നെ എത്രയോ സംവിധാനങ്ങൾ ഈ മട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ. തീർച്ചയായിട്ടും അതിന് കാരണം എന്താണെന്ന് അറിയാവൂ? ഈ CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അവർ ഇക്കാലത്ത് നേരിടുന്ന ഒരു പ്രശ്നം, അതായത് മാർക്സും ഏംഗൽസും ഒക്കെ വിഭാവന ചെയ്ത രൂപത്തിലുള്ള ഒരു വർഗസമര സിദ്ധാന്തത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. അതായത് ഫ്യൂഡലിസത്തിൽ നിന്നും മുതലാളിത്തത്തിലേക്ക്, മുതലാളി വർഗവും തൊഴിലാളി വർഗവും തമ്മിലുള്ള സംഘർഷത്തിലേക്ക്, അവിടെ നിന്ന് ശാസ്ത്രീയ സോഷ്യലിസത്തിലേക്കും കമ്മ്യൂണിസത്തിലേക്കുള്ള ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരു പോക്ക്, അതാണ് മാർക്സും ഏംഗൽസും ഒക്കെ വിഭാവന ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനിടക്കാലത്ത് ഇതൊന്നുമല്ലാത്ത ഒരു സംവിധാനം വന്നു കഴിഞ്ഞു. പൂർണ്ണമായിട്ടും തൊഴിലാളി വർഗം എന്നൊരു തൊഴിലാളി വർഗം ഇപ്പോഴില്ല. ഏതാണ്ട് മുതലാളിത്തത്തോട് അടുത്ത് നിൽക്കുന്ന, വേണമെങ്കിൽ പെറ്റി ബൂർഷ എന്ന് പറയാവുന്ന രൂപത്തിലേക്ക് എല്ലാ തൊഴിലാളി വർഗവും മാറിക്കഴിഞ്ഞു. അപ്പൊ അതൊരു വർഗസമരത്തിന്റെ, വർഗസംഘർഷത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് പോവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു സിദ്ധാന്തവുമായി മുന്നോട്ടേക്ക് പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഈ ജനാധിപത്യ യുഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം, ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക രംഗത്താണെങ്കിലും രാഷ്ട്രീയ രംഗത്താണെങ്കിലും വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ, വർഗീയതയുടെ കടന്നുകയറ്റം, അത് ഇതുവരെ നമ്മൾ കാണാത്തൊരു, ഈ മാർക്സും ഏംഗൽസും പറയുന്നതിൽ വർഗീയത ഇതിനിടയിൽ ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല. ഇപ്പൊ ഇന്ത്യ നേരിടുന്ന ഒരു വർഗീയമായിട്ടുള്ള ചേരിതിരിവും പോരാട്ടവും ഒക്കെയാണ്. ഇതിനിടയിൽ എവിടെ നിൽക്കണം? മുഖ്യശത്രു ആരാണ്? മുഖ്യശത്രു മുതലാളിയാണോ, അതല്ല വർഗീയ കക്ഷികളാണോ, വർഗീയ പ്രചരിപ്പിക്കുന്നവരാണോ? ഇത്തരത്തിലുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. അത് അവരെ പലപ്പോഴും ഇതേപോലെ സന്നിഗ്ധാവസ്ഥയിൽ എത്തിക്കുന്നുണ്ട്. മറ്റു പാർട്ടികൾക്ക് അതില്ല. കാരണം അവർ കാലത്തിനനുസരിച്ച രീതിയിൽ ഘട്ടം ഘട്ടം, അവർ ഈ ഒരു പാർട്ടി സമ്മേളനം കഴിഞ്ഞ് അടുത്ത പാർട്ടി സമ്മേളനത്തിലേക്ക് വന്നിട്ട് തീരുമാനം എടുക്കലൊന്നുമില്ല. അവിടെ ഘട്ടം ഘട്ടമായിട്ടുള്ള മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നുണ്ട്. ഇപ്പം നെഹ്റുവിന്റെ കാലത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, വൻകിട പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉന്നമനമായിരുന്നു നെഹ്റു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അവിടെ നിന്ന് കോൺഗ്രസ് ഒരു പ്രത്യേക തീരുമാനം എടുത്തുകൊണ്ട് AICC സമ്മേളനത്തിൽ തീരുമാനിച്ചനുസരിച്ച് മാറ്റമൊന്നുമില്ലല്ലോ. അത് ആ സമയത്ത് കാലത്തിനനുസരിച്ച രീതിയിൽ അവർ മാറ്റിക്കൊണ്ടിരിക്കും. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുണ്ടാവുന്ന പ്രശ്നം, ഒരു പാർട്ടി സമ്മേളനം അല്ലെങ്കിൽ ഒരു പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് അടുത്ത പാർട്ടി കോൺഗ്രസിന് ഇടയിൽ നയപരമായിട്ടുള്ള ഒരു വ്യതിയാനത്തിലേക്ക്, ഒരു തീരുമാന മാറ്റത്തിലേക്ക് പോകാൻ കഴിയില്ല ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് അവർക്ക് പലപ്പോഴും കുറെ ലാഗ് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകും. പണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ കമ്പ്യൂട്ടറൈസേഷനൊക്കെ വളരെ ശക്തമായിട്ട് എതിർത്തിരുന്നു. ഇപ്പോഴത് പറയും, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ആസ്ഥാനത്തിന് എത്ര കമ്പ്യൂട്ടറുകൾ ഉണ്ടെന്നുള്ള കാര്യം ചോദിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ക്രൈസിസ് അവർ നേരിടാനും, പാർട്ടിയുടെ പഴയ ചട്ടക്കൂട് പൊളിച്ചു മാറ്റിയിട്ടുമില്ല. അതേ സമയത്ത് അതിനപ്പുറത്തേക്ക് വരുന്ന കുറെ പ്രശ്നങ്ങൾ, ഈ മാർക്സും ഏംഗൽസും ഒന്നും വിഭാവന ചെയ്യാത്ത കുറെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളുണ്ട്. അതിനിടയിൽ പെട്ടുപോകുന്നതുകൊണ്ടാണ് നമുക്ക് പുത്തനല്ല എന്ന് തോന്നുന്ന, ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ നമുക്കൊന്നും പുത്തനല്ല എന്ന് തോന്നുന്നു. കാരണം സ്വകാര്യവൽക്കരണം എത്രയോ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ ഇപ്പോഴത്തെ ഘട്ടത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ അംഗീകരിക്കാൻ തയ്യാറാവുമ്പോൾ അത് നമ്മളെല്ലാവരും നേരത്തെ അംഗീകരിച്ചാണല്ലോ എന്ന് നമുക്ക് തോന്നും. അപ്പം പഴയ ഒരു വീഞ്ഞ് ഒരു പുതിയ കുപ്പിയിലേക്ക് നിറയ്ക്കുകയാണോ എന്ന് നമുക്ക് തോന്നും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രീതി, ഒരു സംഘടനാപരമായിട്ടുള്ള ആ രീതിയുണ്ട്. ആ രീതിയിൽ നിന്ന് അവർക്ക് മാറാൻ കഴിയാത്തൊരു. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. മാധ്യമപ്രവർത്തകനായ ശ്രീ P. സുജാതൻ കൂടി, മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹം ഏറെക്കാലം ഈ CPM-ന്റെ രാഷ്ട്രീയമടക്കം കൈകാര്യം ചെയ്തിരുന്ന ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. സാർ, ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം സജീവമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഈ വിദേശ സർവകലാശാലയുടെ കടന്നുവരവ്. അന്ന് CPM അതിനെ എതിർത്തിരുന്നത്, അതിന്റെ പേരിൽ കേരളത്തിൽ കണ്ടിട്ടുള്ള സമരം, അതിൽ തന്നെ ജീവിക്കുന്ന ഒരു രക്തസാക്ഷി, അദ്ദേഹം മരണപ്പെട്ടിട്ട് അധിക നാളായില്ല. ഇതൊക്കെ ചർച്ച ചെയ്യുന്നതിനിടയിൽ MV ഗോവിന്ദനടക്കം അന്ന് ന്യൂസ് 18നോട് പ്രതികരിച്ചത്, ഞങ്ങൾക്കിപ്പോഴും വിദേശ സർവകലാശാലകളോട് വിയോജിപ്പാണ്, പക്ഷേ ഇതിനെ സ്വീകരിക്കാതെ മറ്റു മാർഗമില്ല, അതുകൊണ്ട് സർവകലാശാലകൾ കടന്നു വരുന്നു എന്നുള്ളതാണ്. അന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതും മൂർത്തമായ സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ CPIM-ന് മൂർത്തമാകുന്ന സമയം എന്നത് വൈകിയുള്ള സമയമായി താങ്കൾക്ക് തോന്നുന്നുണ്ട്? ഇപ്പോൾ തന്നെ ഈ വികസന രേഖ എന്ന് പറഞ്ഞ് CPIM അവതരിപ്പിക്കുന്ന വിഷയങ്ങളൊക്കെ പരിശോധിച്ചാൽ അതിൽ ഒരു പൊതുസമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർക്ക് വലിയ പുതുമയൊന്നും കാണാൻ സാധിക്കില്ല. പക്ഷേ CPIM സ്വീകരിച്ചിരുന്ന നയവും നിലപാടുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതെല്ലാം പുതുമയും മാറ്റവുമാണ്.
ഈ പറയുന്ന വിഷയം നമുക്ക് ഇത് പുതിയതായിട്ട് തോന്നുമെങ്കിലും CPM-കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഉന്നായ്മയെ പട്ടുപിടിപ്പിക്കാൻ വളരെ മിടുക്കന്മാർ. അവരുടെ കയ്യിലിരിപ്പ് മോശമാണെന്ന് അവർക്കറിയാം. അതിനെ അവര് തത്വവൽക്കരിക്കുവാൻ പല ന്യായങ്ങളും. അടിസ്ഥാനപരമായി പാർട്ടിയിൽ വന്നിട്ടുള്ള മാറ്റം, ഘട്ടം ഘട്ടമായിട്ട് വന്നിട്ടുള്ള മാറ്റം, ഇത് ആൾ ഓഫ് എ സഡൻ ഒരു ദിവസം കൊണ്ട് വന്നതല്ല. ഇത് വളരെ ദശകങ്ങളായി വരുന്ന പിണറായിസം എന്ന് പറഞ്ഞു ചില മാധ്യമങ്ങൾ പരിഹസിക്കുകയോ സീരിയസ് ആയിട്ടോ പറയുന്ന ഒരു ഘടകമുണ്ട്, പിണറായിസം. ഇത് കമ്മ്യൂണിസമോ മാർക്സിസമോ ഒന്നുമല്ല. പാർട്ടി അതിൽ നിന്നൊക്കെ എത്രയോ മാറിയിരിക്കുന്നു. ആ കമ്മ്യൂണിസം ലോകത്ത് ഒരു കോണിലും ഇപ്പൊ ഇല്ലെന്ന് അവർക്കറിയാം. ഈ അവശേഷിക്കുന്ന കേരളത്തില് അധികാരം പിടിക്കുവാനുള്ള കുറുക്കുവഴി തേടുകയാണ് പാർട്ടി. അതിന് വേണ്ടി കാണിക്കുന്ന വെപ്രാളങ്ങളാണ് ഈ മാറ്റങ്ങളെല്ലാം. ഇപ്പോ സ്വകാര്യ സ്വത്ത് ഉടമാവകാശം, വ്യവസായ സംരംഭം, സ്വകാര്യ നിക്ഷേപമാകാം എന്നിങ്ങനെയൊക്കെ പല നയവ്യതിയാനങ്ങളും നമ്മൾ അവരുടെ പുതിയ നവകേരളം, പുതിയ കേരളം അതിനുവേണ്ടി ആവിഷ്കരിച്ചിരിക്കും. കൊല്ലത്ത് അവതരിപ്പിച്ച നയരേഖ സൂക്ഷ്മമായിട്ടൊന്ന് നോക്കുക. എന്താണ് അതിലുള്ളത്? അത് പാർട്ടി വർഗ സ്വഭാവം വിട്ടു, മുതലാളിത്തം വിട്ട്, തൊഴിലാളി വർഗ സ്വഭാവം വിട്ട് മുതലാളിത്തത്തിലേക്ക് പാർട്ടി പോകുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. തൊഴിലാളി വർഗ സ്വഭാവം പാർട്ടി ഉപേക്ഷിച്ചു, ഒരു മുതലാളിത്ത പാർട്ടിയായി മാറി. ക്യാപിറ്റലിസ്റ്റ് റവല്യൂഷണറി ആശയങ്ങൾ പണ്ടേ ഉപേക്ഷിച്ചു. പതുക്കെ പതുക്കെ ക്യാപിറ്റലിസത്തിലേക്ക് പോവുകയാണ്. ഈ കേരള മുഖ്യമന്ത്രിയായി ഇരിക്കുന്ന പിണറായി വിജയൻ കേരളത്തിൽ 2 വലിയ ജാഥകൾ നടത്തിയത്, തെക്ക് നിന്ന് വടക്കോട്ട്. ആ ജാഥയിലൊക്കെ ഓരോ ജില്ലയിലും പ്രഭാത ഭക്ഷണം നടത്തിയത് അദ്ദേഹം ആരുമായിട്ടാണ്? കേരളത്തിലെ ക്യാപിറ്റലിസ്റ്റുകളുമായിട്ടാണ്, നവമുതലാളിമാരുമായിട്ട് ചങ്ങാത്തം കൂടുന്ന ഒരു ക്രോണി ക്യാപിറ്റലിസ്റ്റ് സ്വഭാവം പാർട്ടി കൈവരിക്കാൻ തുടങ്ങിയിട്ട് 1-2 വർഷങ്ങളല്ല, പല വർഷങ്ങളാണ്. അപ്പൊ അതാണ് ഇന്നത്തെ പാർട്ടിയെ നയിക്കുന്നത്. ഇതൊരു ക്യാപിറ്റലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ എല്ലാ സ്വഭാവവും, അത് നല്ലതോ ചീത്തയോ എന്നത് സമൂഹം തീരുമാനിക്കട്ടെ. കേരളത്തിൽ അധികാരത്തിൽ തുടരാനുള്ള കുറുക്കുവഴി എന്താണെന്നാണ് ഇപ്പോൾ പാർട്ടി ആലോചിക്കുന്നത്. ഈ കൊല്ലത്ത് അവതരിപ്പിച്ച ഇപ്പൊ പ്രകാശ് കാരാട്ടിന്റെ പ്രസംഗത്തിലായാലും പിണറായി വിജയൻ അവതരിപ്പിച്ച വികസന രേഖയിലായാലും മറ്റു നേതാക്കളുടെ ഗോവിന്ദന്റെ പത്രസമ്മേളനങ്ങളിലും പ്രസംഗങ്ങളിലും കണ്ടതിലായാലും പാർട്ടിക്ക് ഒരു അന്താരാഷ്ട്ര നയമുണ്ട്, ഒരു ദേശീയ നയമുണ്ട്. കോൺഗ്രസിനോടുള്ള സമീപനം എന്താണ് പാർട്ടി? അവർ ഹിന്ദുത്വ ആശയങ്ങളിലേക്ക് പോവുകയാണ്. അവര് ക്ലാസ് സിദ്ധാന്തം, വർഗ സിദ്ധാന്തം എടുത്ത് കളഞ്ഞിട്ട് വർഗീയ സിദ്ധാന്തത്തിലേക്ക് പോവുകയാണ്. പാർട്ടിക്ക് ഹിന്ദു വോട്ട് നഷ്ടപ്പെടുന്നു എന്ന ഭീതി അവർക്കുണ്ട്. കേരളത്തിലെങ്കിലും അധികാരം നിലനിർത്തണമെങ്കിൽ കൂടുതൽ ഹിന്ദുത്വവൽക്കരിക്കണം പാർട്ടി. അമ്പലങ്ങളിലേക്ക് ഭരണം, അമ്പലങ്ങൾ ധന സമ്പാദന കേന്ദ്രങ്ങൾ കൂടിയാണ്, സഹകരണ സ്ഥാപനങ്ങൾ പോലെ ഒരു ധനസ്രോതസ്സാണ് എന്നതിലുപരി വിശ്വാസികൾ കൂട്ടമായി വന്നു ചേരുന്ന ഒരു ഇടം കൂടിയാണ്. ഇതെല്ലാം വോട്ട് ബാങ്കാണ്. അപ്പോ അവിടെ അധികാരം പിടിക്കണം. പാർട്ടി നേതാക്കൾ പോലും കുംഭമേളയിൽ പങ്കെടുത്താൽ പാർട്ടിക്ക് ഇപ്പോ പരാതിയൊന്നും. അവിടെയാണ് സാർ ഇവിടെ ഉണ്ടാകുന്ന ഒരു സംശയം. അത് താങ്കൾ ഈ സൂചിപ്പിക്കുന്ന പോലെ അധികാരത്തിന് വേണ്ടി മാത്രമുള്ള ഒന്നാണോ? അതായത് കാലം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടല്ലോ. അല്പസമയം മുമ്പ് ശ്രീ എ സജീവൻ ചൂണ്ടിക്കാണിച്ച ഒന്നാണ്, നമ്മൾ ആവർത്തിച്ച് പറയുന്നതാണ്, അത് ഇനിയും നിലനിൽക്കുന്ന ഒരു കാലഘട്ടമല്ല. എങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ കമ്പ്യൂട്ടറിനെതിരെ പോലും ഇടതുപക്ഷം നടത്തിയിട്ടുള്ള സമരമുണ്ട്. പക്ഷേ ഇന്ന് പാർട്ടി ഓഫീസുകൾ പ്രവർത്തിക്കുന്നതും ഒരുപക്ഷെ ഈ സമ്മേളനം നിയന്ത്രിക്കുന്നത് പോലും അങ്ങനെ ഡിജിറ്റൽ സംവിധാനത്തിലൂടെയും കമ്പ്യൂട്ടറുകളിലൂടെയും ഒക്കെയാണ് എന്നതാണ് വസ്തുത. അപ്പോൾ അത് ടെക്നോളജിക്കൽ പ്രോഗ്രസിനെ പറ്റി പാർട്ടിക്ക് വേണ്ടത്ര ധാരണയോ കാഴ്ചപ്പാടോ ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ് എല്ലാ കാലത്തും. അത് ടെക്നോളജിയിൽ മാത്രമാണോ? നമ്മുടെ വ്യവസായ മേഖലയിൽ, നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മേഖലയിൽ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുന്ന, അല്ലെങ്കിൽ അത് ശരിയാണ് ആ പറഞ്ഞത്. ഈ സാമ്പത്തിക മേഖലയിലുള്ള പ്രശ്നം പാർട്ടി നയം മാറിയപ്പോൾ അത് അവർ തിരുത്തുകയാണ്. കാരണം നിക്ഷേപത്തെ എതിർക്കുക, സ്വകാര്യ സ്വത്തുടമാവകാശം മുച്ചൂടും എതിർക്കുക, കണ്ണടച്ചെതിർക്കുക. അപ്പോ
എല്ലാം പൊതുമേഖലയിലാകണം. അത് കമ്മ്യൂണിസ്റ്റ് നിലപാടാണ്. നേരത്തെയൊക്കെ EMSന്റെയും AKGയുടെയും ഒക്കെ കാലത്ത് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എല്ലാം അവതാളത്തിലാകുകയും അതിലൊക്കെ ബ്യൂറോക്രസിയുടെ അമിതമായ കടന്നുകയറ്റം, പാർട്ടി ട്രേഡ് യൂണിയനിസവും വന്നതെല്ലാം തകർന്ന് തരിപ്പണമായി. അപ്പൊ പിന്നെ സ്വകാര്യ സ്വത്തിനെ നിഷേധിച്ചിട്ട് കാര്യമില്ല എന്ന് പാർട്ടിക്ക് മനസ്സിലായി. കാരണം ജനങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നൊരു തത്വം പറഞ്ഞിട്ട് അവരിപ്പോ അതിന്റെ പ്രണേതാക്കളായി മാറുകയാണ്. പാർട്ടി നേതാക്കൾ തന്നെ പാർട്ടി മുതലാളിമാരാണ്. നേതാക്കൾ എന്നല്ല ഇനി ഇവരെയൊക്കെ വിളിക്കേണ്ടത്, പാർട്ടിയുടെ മുതലാളിമാരാണ്. പാർട്ടി മുതലാളിമാർക്ക് നിക്ഷേപമുണ്ട്, അവർക്ക് വ്യവസായ സംരംഭങ്ങളുണ്ട്, അവരുടെ മക്കളൊക്കെ വൻ വ്യവസായികളുടെ സ്ഥാപനങ്ങളിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ്. അങ്ങനെ പാർട്ടി കുടുംബങ്ങളിൽ ഒന്നോ രണ്ടോ അംഗങ്ങൾക്ക് വ്യവസായ സംരംഭങ്ങളുണ്ട്. പാർട്ടി നേതാക്കൾ, സ്റ്റേറ്റ് കമ്മിറ്റി, സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾക്കൊക്കെ സംരംഭങ്ങളുണ്ട്. സ്വകാര്യ സംരംഭത്തിന്റെ ഉദ്ദേശം എന്താണ്? ലാഭം ഉണ്ടാക്കുകയാണ്. അത് അമേരിക്കനിസമാണ്, ക്യാപിറ്റലിസമാണ്. അപ്പൊ പാർട്ടി ഞാൻ അത്തരം വിഷയങ്ങളിലേക്ക്, കാരണം ഈ സംഘടനാ റിപ്പോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാമർശങ്ങളുണ്ട്. അതിൽ തന്നെ ഈ കണക്കിൽപ്പെടാത്ത പണത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ശ്രീ സുജാത, ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം. അതിനു മുമ്പ് ശ്രീ MK ഹരിദാസ് കൂടിയുണ്ട്. ശ്രീ MK ഹരിദാസ്, നമ്മൾ ഈ അവരുടെ ആഭ്യന്തര കാര്യമാണ്, ഉൾപാർട്ടിയിൽ ചർച്ചകൾ നടക്കുന്ന ഒരു വിഷയമാണെങ്കിൽ പോലും CPM-നെ പോലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി ആയതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ പൊതുസമൂഹം സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് ഈ നയവ്യതിയാനം, നമുക്ക് ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിൽ അതിലേക്ക് വരാമെന്ന് കരുതിയിട്ടാണ്. ഇപ്പോൾ പാർട്ടിക്കുണ്ടായിട്ടുള്ള ഒരു നയവ്യതിയാനം എന്നത് ഒരു വികസന രേഖ എന്ന നിലയിൽ പാർട്ടി മുന്നോട്ട് വെക്കുകയാണ് പല വിഷയങ്ങളും. അത് പാർട്ടിയുടെ മാത്രമല്ല, കേരളം പോലെ ഒരു സംസ്ഥാനത്ത് എങ്ങനെ മുന്നോട്ട് പോകണം, സംസ്ഥാനത്തിന്റെ വികസനം എങ്ങനെ സാധ്യമാകണം, ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനം. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇതോടൊപ്പം നമുക്ക് ഈ ക്ഷേമ പെൻഷനുകളെ കുറിച്ച് പറയുന്നുണ്ട്, വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്ന ഒന്നല്ല. അതുകൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ വികസന രേഖ അവതരിപ്പിച്ചിട്ടുള്ളത്. ശ്രീ ഹരിദാസ്, ഈ ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിൽ ഇവിടെ ശ്രീ സുജാതൻ പറയേണ്ടായി, ലോകത്തിലെ എവിടെയും കമ്മ്യൂണിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്ഥാനവും കമ്മ്യൂണിസത്താൽ ഭരിക്കപ്പെടുന്ന ഒരു രാജ്യവും ഇല്ല എന്ന്. ഇന്ത്യയിലും കേരളത്തിൽ ഈ പടവലങ്ങ വലിപ്പത്തിലുള്ള ഒരു കേരളത്തിൽ മാത്രമായിട്ട് ഈ പാർട്ടി ഒതുങ്ങാനുള്ള കാരണം എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ അവിടുന്ന് ബംഗാളിലെ തകർച്ച, ത്രിപുരയിലെ തകർച്ച, ഇത്തരം കാര്യങ്ങളിലൂടെ വന്നു കഴിഞ്ഞ് കേരളത്തിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് പറയുമ്പോൾ തന്നെ ഇവിടെ കമ്പ്യൂട്ടറൈസേഷനെ കുറിച്ചിട്ടുള്ള പറഞ്ഞു അവർ എതിർത്ത കാര്യങ്ങൾ, കമ്പ്യൂട്ടറൈസേഷനെ എതിർത്തതൊക്കെ വിവരക്കേട് കൊണ്ടാണെന്ന് വിചാരിക്കുക. പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷമായിട്ട്, കഴിഞ്ഞ ഏകദേശം 106 മാസമായിട്ട് ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയില്ല. പകരം എന്താണ്, കടമെടുപ്പ് വകുപ്പ് മന്ത്രിയാണ് നമുക്കുള്ളത്. അദ്ദേഹം നേരം വെളിച്ചായി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മറ്റൊന്നും പറയാനില്ല. ഇന്ന് 1006 കോടി കടമെടുക്കുന്നു, ഇന്ന് 4002 കോടി കടമെടുക്കുന്നു. ഇത്തരത്തിൽ കടമെടുപ്പ് വകുപ്പ് മന്ത്രിയായിട്ടൊരു മന്ത്രി ഉണ്ട് എന്നല്ലാണ്ട് ധനകാര്യത്തിനെ കുറിച്ചിട്ട് ABCD അറിയുന്ന ഒരു മന്ത്രി നമ്മുടെ സംസ്ഥാനത്ത് ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് കേരളത്തിലെ ജനങ്ങൾ ശ്രീ ഹരിദാസ്, അങ്ങനെ അതിപ്പോൾ നമ്മുടെ ഈ സർക്കാരിന്റെ മാത്രം ഒരു ഉത്തരവാദിത്തമോ പോരായ്മയായോ നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? അത് കാലങ്ങളായി സംസ്ഥാനം നേരിട്ട് വരുന്നു, ഇപ്പോൾ അതൊരു പീക്കിലേക്ക് എത്തുന്നു എന്നതല്ലേ സാഹചര്യം? പീക്കിലേക്ക് എത്തുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. അപ്പൊ കടമെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ധനകാര്യ വകുപ്പ് മന്ത്രി നമ്മുടെ നാട്ടിലെ ADB വായ്പ തരാൻ വേണ്ടിയിട്ട്, വികസനത്തിന്റെ വായ്പ തരാൻ വേണ്ടി വന്നപ്പോ അവരുടെ മേലെ കരിയ ഓയിൽ ഒഴിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPM എന്നുള്ള ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഉദാഹരണം പറഞ്ഞത്. ഇന്നിപ്പോ കടം ആര് തന്നാലും, ഏത് പുസ്തക മുതലാളി തന്നാലും വേണ്ടില്ല, ആര് തന്നാലും വേണ്ടില്ല, MK ഹരിദാസൻ തന്നാലും അഭിലാഷ് തന്നാലും കടം വാങ്ങാൻ തയ്യാറായിട്ടുള്ള ഒരു മന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രിയായി ഇരിക്കുന്ന നമ്മുടെ നാട്ടില് ഒരു സമയത്ത് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് കടം തരാൻ വേണ്ടി തയ്യാറായിട്ട് ADB വന്നപ്പോൾ കരിയോയിൽ ഒഴിച്ച കാര്യം മറക്കരുത്. ഇനി അത് മാത്രവുമല്ല, ഇവിടെ ചർച്ചയില് CPM-ന് തോന്നി എന്തെന്ന്, ഇപ്പൊ നയം മാറ്റണം, കേരളം നന്നാവണം എന്നുള്ള കാര്യത്തില് CPM-ന് തോന്നുന്നത് വരെ കേരളത്തിലെ ജനങ്ങൾ ഇതിനു വേണ്ടി കാത്തിരിക്കണം. കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് 25 വർഷം മുമ്പ് ഈ കേരളത്തിന്റെ സ്ഥിതി ഇത്രയും പരിതാപകരമാവാൻ വേണ്ടിയിട്ടുള്ള കാരണം 25 വർഷം മുമ്പ് CPM എന്ന് പറയുന്ന പാർട്ടി വികസനത്തെ ഭാഗികമായിട്ടെങ്കിലും അനുകൂലിച്ചുകൊണ്ട് അക്കാലത്ത് ഭരിക്കുന്ന സർക്കാരുകളോട് അനുഭാവം പുലർത്തിക്കൊണ്ട് ഇവിടെ സമരങ്ങളും ഹർത്താലും നടത്തിയിട്ടില്ലെങ്കിൽ ഇന്ന് കേരളത്തിന്റെ സ്ഥിതി എന്താ? 5 പൈസ കടം വാങ്ങേണ്ട
അഭിലാഷേ. നമ്മുടെ കേരളം മറ്റേതൊരു സംസ്ഥാനത്തെക്കാട്ടിലും വികസിക്കും. കാരണം വികസന കാഴ്ചപ്പാടുള്ള ഒരു ജനങ്ങളാണ് ഏത് സർക്കാരിന്റെയും കൂടെ നിൽക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു കൊല്ലം 57 ഹർത്താൽ നടത്തിയിട്ടുള്ളതിലെ 20 എണ്ണവും വികസനത്തിനെതിരായി നടത്തിയിട്ടുള്ള പാർട്ടിയായിരുന്നു CPM എന്നുള്ള കാര്യം മറക്കരുത്. അപ്പൊ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പേടിയാണ്. എന്ത് വിഷയം എന്ത് കൊണ്ടുവരട്ടെ, ഒരു വാട്ടർ ടാങ്ക്, ഒരു 10,000 ഒരു പഞ്ചായത്തിൽ 10,000 പേർക്ക് കുടിവെള്ളം ലഭിക്കുന്ന ഒരു വാട്ടർ ടാങ്ക് വരികയാണ്. ആ വാട്ടർ ടാങ്കിന്റെ നിർമ്മാണത്തെ ചൊല്ലിയിട്ടും എതിർത്തിട്ട് അത് വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അപ്പൊ ജനോപകാരപ്രദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പ്രത്യയശാസ്ത്രപരമായ ഒരു വിയോജിപ്പിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് എതിർത്തിരുന്നവർക്ക് ഇപ്പോൾ മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ തീരുമാനമെടുക്കാൻ വേണ്ടി തോന്നിയാൽ അതിനെ ജനങ്ങൾ ഇപ്പോൾ കൈയടിക്കണം എന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള ധാരണയാണ്. കാരണം ഇതൊക്കെ എന്നോ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് പോകൂ, മദ്രാസിൽ നിന്ന് പോകൂ, ഒന്നും വേണ്ട, കോയമ്പത്തൂർ വരെ ഒന്ന് പോകൂ. അവിടെയുള്ള വികസനങ്ങൾ കാണുമ്പോൾ കേരളത്തിലെ എന്താണ് കഴിഞ്ഞ 106 മാസമായിട്ട് ഇവർ വികസിപ്പിച്ചിരിക്കുന്നത്? ലാൽ ജണ്ടയെ ഭയക്കുന്ന ഒരു വിഭാഗം കേരളത്തിൽ ഉണ്ട് എന്നുള്ള വാസ്തവം ഇവർ മനസ്സിലാക്കണം. ഇപ്പോ അഭിലാഷ്, ഞാൻ ഈ ബാംഗ്ലൂരിൽ നിന്നും മദ്രാസിൽ നിന്നൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്ന് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതിൽ പല സ്ഥാപനങ്ങളും നടത്തുന്നത് മലയാളികളാണ്. ആ മലയാളികളോട് ഇവിടെ നിങ്ങളൊരു യൂണിറ്റ് തുടങ്ങിക്കൊടുന്ന നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷന്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള ലാഭവും അതുപോലെ തന്നെ വില കുറച്ചിട്ടും കൊടുക്കാൻ പറ്റില്ല ചോദിക്കുമ്പോൾ എന്താണെന്നറിയോ പറയുന്നത്? ലാൽ ജണ്ട ഉള്ള സ്ഥലത്ത് ഒരു ബിസിനസ്സും തുടങ്ങരുന്നിരുന്ന അവരുടെ പിതാമഹന്മാരും അവരുടെ മാതാപിതാക്കളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കേരളം തരം താഴ്ന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. ഇവിടെ കെട്ടിട നിർമ്മാണ മേഖലയിലടക്കം, ഞാൻ തമിഴ്നാട്ടിൽ 10 കൊല്ലം കെട്ടിട നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്തിട്ടുണ്ട്, 6 കൊല്ലം ബാംഗ്ലൂർ ജോലി ചെയ്തിട്ടുണ്ട്. ഇവിടെ കെട്ടിട നിർമ്മാണ മേഖലയിൽ വരെ ഒരു സൈറ്റ് ഒരു കോൺട്രാക്ടർക്ക് കിട്ടുകയാണെങ്കിൽ അവിടെ പോയിട്ട് പണി തുടങ്ങണമെങ്കിൽ 4ഓ 5ഓ തട്ടിലുള്ള യൂണിയൻ നേതാക്കളെ കാണേണ്ട അവസ്ഥയിലേക്ക് കേരളത്തെ തരം താഴ്ത്തി കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം CPM എന്ന് പറയുന്ന പാർട്ടിക്കാണ്. അതിപ്പോ കൊല്ലം സമ്മേളനത്തിൽ ഒരു നയരേഖ അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അത്തരക്കാരല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു നവകേരള സദസ് നടത്തണ്ട, ഒരു കേരളീയവും നടത്തണ്ട, ഒരു ഇൻവെസ്റ്റ്മെന്റ് കേരളവും നടത്തണ്ട. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ പരസ്പരം ലിപ് ടു ലിപ്പ് പറയാൻ തയ്യാറായാൽ മതി. കേരളം ഒരു എന്താ പറയണ്ടത്, ഇവിടെ വ്യവസായവൽക്കരണത്തിന് പറ്റിയ സംസ്ഥാനമാണ്. അല്ലെങ്കിൽ ഇവിടെ എന്ത് വ്യവസായം തുടങ്ങിയാലും അതിന് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാകില്ല എന്ന് ജനങ്ങൾ പരസ്പരം പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തിയിട്ടില്ല. അതിന് കേരളം പാകപ്പെട്ടിട്ടില്ല. മാത്രവുമല്ല, ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് കേരളം നടക്കുമ്പോ അതേ ദിവസം തന്നെ പുറത്ത് എളമരം കരീമ പറഞ്ഞത് എന്താ? തൊഴിലാളി സമരങ്ങൾ ഇല്ലാത്ത ഒരു കേരളമാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും കേരളത്തിനെ ഞങ്ങൾ അത്തരത്തിൽ കാര്യങ്ങൾക്ക് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സൗഹൃദ സംസ്ഥാനമാണ് കേരളം എന്ന് അന്യ സംസ്ഥാനത്തുള്ളവർക്ക് തോന്നത്തക്ക വിധത്തിൽ, അന്യ രാജ്യത്തുള്ളവർക്ക് തോന്നത്തക്ക വിധത്തിൽ ഇത്തരത്തിലൊരു നയരേഖ അവതരിപ്പിച്ചുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാം എന്നുള്ളത് കേവലം നമ്മൾ പറയില്ലേ സത്യത്തിന് നേരെ പുതപ്പിട്ട് മൂടുന്ന ഒരവസ്ഥയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. റൈറ്റ്. അവിടെ ശ്രീ സജീവൻ, അത് വളരെ പ്രധാനപ്പെട്ട, അതായത് ഈ സൂചിപ്പിക്കുന്നത് പോലെ ഇത്തരം മാറ്റങ്ങൾ അത് ആ പാർട്ടി എന്നതിനപ്പുറത്തേക്ക് ഒരു പൊതുസമൂഹത്തിന്റെ സജീവമായ ചർച്ചയിലേക്ക് വരുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം കൂടി ഉണ്ടാകുന്നുണ്ട്. ശ്രീ സജീവൻ, കേൾക്കാമോ? ഇല്ല. റൈറ്റ്. ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം. ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ പെട്ടെന്ന് തിരികെ എത്താം. ശ്രീ സുജാതൻ, ഇവിടെ ഈ സൂചിപ്പിക്കുന്നത് പോലെ, അതായത് പാർട്ടിക്കുള്ളിലെ മാറ്റങ്ങൾ അത് ആ പാർട്ടിയുടെ സ്വാതന്ത്ര്യമാണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടേ നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അത്തരം തീരുമാനങ്ങൾ എടുക്കാൻ പാർട്ടിക്ക് സ്വാതന്ത്ര്യമുണ്ട്. മാത്രവുമല്ല, ഈ സൂചിപ്പിക്കുന്നത് പോലെ ഈ കമ്മ്യൂണിസം ഉരുത്തിരിഞ്ഞ ഒരു കാലഘട്ടത്തിന്റെ സാമൂഹിക അവസ്ഥയൊന്നുമല്ല. പല രാജ്യങ്ങളിൽ നിന്നും അത്തരം സാമ്പത്തിക നയങ്ങളൊന്നും വിജയിക്കുകയില്ല. അത് കാലഘട്ടത്തിന് നിരക്കുന്നതല്ല. മാക്സും എംഗൽസും ഒന്നും വിഭാവനം ചെയ്തതുപോലെ മുന്നോട്ട് പോകാനാവില്ല എന്ന് പറയുമ്പോൾ പോലും കേരളത്തിലെ CPIM പല വിഷയങ്ങളിലും, പ്രത്യേകിച്ച് വികസന വിഷയങ്ങളിലടക്കം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ അത് കാലങ്ങളായി പോരുന്ന നിലപാടുകൾ ആണ്. അത്തരം നിലപാടുകൾ ഒരു പരിധിവരെയെങ്കിലും കേരളത്തെ പിന്നോട്ടടിക്കുന്നുവെന്ന് രാഷ്ട്രീയ എതിരാളികൾ വിമർശിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോഴിതാ പാർട്ടി തിരുത്തലിന് തയ്യാറാകുമ്പോൾ അപ്പോൾ സ്വാഭാവികമായും ഇതുവരെ ചെയ്തിരുന്നത് തെറ്റായിപ്പോയി എന്നും അത്
കേരളത്തോട് ചെയ്ത ഒരു തെറ്റാണ് എന്ന തരത്തിലുള്ള പ്രതീതിയും സൃഷ്ടിക്കുവാനുള്ള സാധ്യതയില്ലേ? അല്ല, പാർട്ടിക്ക് ജനങ്ങളെ വിസ്മരിച്ചുകൊണ്ട് ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ലോകത്തിന്റെ ഗതി മാറ്റം തിരിച്ചറിയണം. ലോകമാകെ ഈ കൃത്രിമ ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാലം വരികയാണ്. നമ്മളിപ്പോ ഇവിടെ സജീവനും പിന്നെ അഭിലാഷും ഒക്കെ കമ്പ്യൂട്ടർ വൽക്കരണത്തിന്റെ പാർട്ടി എതിർത്ത ഒരു ബുദ്ധിശൂന്യമായ നിലപാട്, അത് ശ്രീ ഹരിദാസ് പറഞ്ഞത് അത് അവർക്ക് വിവരമില്ലാഞ്ഞാണെന്ന്. അങ്ങനെ നമ്മൾക്ക് കേവലമായ ഒരു അറിവില്ലായ്മയുടെ പേരിൽ തള്ളിക്കളയാവുന്ന ഒരു കാര്യമല്ല. കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ പാർട്ടി എപ്പോഴും നിർബന്ധിതമാണ്. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അമാന്തിക്കുമ്പോഴാണ് അവർക്ക് വീഴ്ച പറ്റുന്നത്. ഇന്ന് പാർട്ടിയിൽ വരുന്ന മാറ്റം കാലത്തിനനുസരിച്ചാണോ എന്ന് ചോദിച്ചാൽ അത്രയേറെ അല്ല. കാരണം ഇന്ന് പാർട്ടി യഥാർത്ഥത്തിൽ പാർട്ടി ബൂർഷാവൽക്കരിക്കപ്പെട്ടു. പാർട്ടി ഒരു ക്യാപിറ്റലിസ്റ്റ് ഓർഗനൈസേഷനായി മാറി. അതിൽ മുതലാളിമാരുമായി ചങ്ങാത്തം കൂടുകയും പാർട്ടിക്കാർ തന്നെ മുതലാളിമാരാക്കി. നോക്കൂ, കേരളത്തിൽ ടോൾ ഏർപ്പെടുത്തണം, സെസ് വേണം, നികുതി വേണം, ലെവി വേണം. ഈ പാർട്ടിക്ക് അതിന്റെ അംഗങ്ങളിൽ നിന്ന് ലെവി പിരിക്കുന്ന ഏർപ്പാടുണ്ട്. ശമ്പളക്കാരായ ആളുകളിൽ നിന്ന് അവരുടെ വരുമാനത്തിന്റെ 20% പാർട്ടിക്ക് ലെവി കൊടുക്കണം. അത് ഇനി എല്ലാ ജനങ്ങളും കൊടുക്കണം എന്നാണ് ഇവിടെ ഭരിക്കുന്ന പാർട്ടി ഈ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. ജനങ്ങളെല്ലാം പാർട്ടിക്കാരെന്നാണ് അവരുടെ തെറ്റിദ്ധാരണ. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾക്കെല്ലാം ലെവി കൊടുക്കാൻ നിർബന്ധിതമാണ്. അതുകൊണ്ട് നാടിലെ ഓരോ 10 കിലോമീറ്ററിനും ടോള് വരുന്നു, എല്ലാ സെസ്സുകളും കൊണ്ടുവരുന്നു, കൂടുതൽ നികുതി ഭാരം കൊണ്ടുവരുന്നു. ഇങ്ങനെ ഭരണകൂടം നിലനിർത്തുവാൻ വേണ്ടി ഏതെല്ലാം തരത്തിൽ ജനങ്ങളിൽ നികുതി അടിച്ചേൽപ്പിക്കാമോ അതെല്ലാം ചെയ്യുകയാണ്. ഇതൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചെയ്യുമോ എന്നാണ് നമ്മളുടെയൊക്കെ ഒരു സംശയം. ഇതിൽ കമ്മ്യൂണിസം ഒന്നും അല്ല, ഇവര് കമ്മ്യൂണിസം അല്ല, ഇവര് ശരിക്കും ക്യാപിറ്റലിസ്റ്റുകളാണ്. അപ്പൊ പാർട്ടി മുതലാളിമാരെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിൽ വെറുതെ പറഞ്ഞതല്ല, ആലോചിച്ച് പറഞ്ഞത്. അപ്പൊ അത് ഈ പാർട്ടിയുടെ ക്യാരക്ടറും പാർട്ടി നേതൃത്വത്തിൽ നിന്നുള്ളവരുടെ സ്വഭാവവും അതനുസരിച്ച് നീങ്ങുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ടോൾ, സെസ്, നികുതി, ലെവി എന്ന് പറയുന്ന സമ്പ്രദായം സാർവത്രികമായി വരികയാണ്. എല്ലാ ജനങ്ങളെയും ഒരു പാർട്ടി അംഗങ്ങളെ പോലെ കരുതി ആ നികുതി ഭാരം ജനങ്ങളുടെ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇപ്പോ PSC അംഗങ്ങൾക്ക് ശമ്പളം കൂട്ടി കൊടുക്കുമ്പോൾ നമ്മൾ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയല്ല മാധ്യമങ്ങളിൽ ജനങ്ങളും. അവർക്ക് കൂടി കിട്ടിയ ശമ്പളത്തിന്റെ 20% പാർട്ടിക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ചെല്ലുകയാണ്. കാരണം അവരെല്ലാം പാർട്ടിയുടെ നോമിനികളാണ്. അപ്പൊ CPM-ന്റെ പ്രതിനിധികൾ അവരുടെ വരുമാനം വർധനവിന്റെ 20% എങ്കിലും മിനിമം, അതാണോ എന്നറിയില്ല, കൂടി കൊടുക്കുന്നതിന് വേറെ എന്തെങ്കിലും അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടോ എന്ന് നമുക്ക് അതാണ് സംശയങ്ങൾ. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ഡോക്ടർ B ജയരാജൻ CPM സഹയാത്രികൻ, അദ്ദേഹം അല്പം വൈകിയാണ്, ഞങ്ങളുടെ പിഴവ് മൂലമാണ്, ക്ഷമിക്കുക. ശ്രീ ഡോക്ടർ ജയരാജൻ, ഇവിടെ ഒരു ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ പ്രധാനമായും ഉയർന്നു വന്ന 2 നിരീക്ഷണങ്ങൾ, അതിലൊന്ന് ഈ നയരേഖയിൽ അല്ലെങ്കിൽ വികസന രേഖയിൽ പറയുന്ന പലതും കാലത്തിന് മുന്നേ തന്നെ, അതായത് ഈ കാലഘട്ടത്തിന് ഏറെ മുന്നേ തന്നെ നടപ്പിലാക്കേണ്ട ഒന്നായിരുന്നു. അത് CPIM സ്വീകരിക്കാൻ വൈകിപ്പോവുകയാണ് ഉണ്ടായത്. അതാണ് കേരളത്തിൽ ഒരു പരിധിവരെയെങ്കിലും പ്രതിഫലിച്ചത്. രണ്ടാമതായി, ഇപ്പോൾ തന്നെ ഈ വികസന രേഖയുടെ ഭാഗമായി പറയുന്ന പലതും അത് സാധാരണക്കാരായ ആളുകളെ അടക്കം, ഇപ്പോൾ ടോളും സെസ്സും പോലെയുള്ള സംവിധാനങ്ങൾ, അത് ജനങ്ങളെ ബാധിക്കുകയാണ്. മറിച്ച് ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമാകുന്ന തരത്തിൽ, അവരുടെ ജീവിത സമ്മർദ്ദം കുറയുന്ന തരത്തിലുള്ള മറ്റ് ധനാഗമ മാർഗങ്ങൾ, അതിപ്പോൾ ചെയ്യേണ്ടത് സ്വാഭാവികമായും ഒരു സാമ്പത്തിക വളർച്ചയിലേക്ക് സംസ്ഥാനത്തെ കൈപിടിച്ചുയർത്തുന്ന തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ളതാണ്. അതിനു പകരം ജനങ്ങളിൽ നിന്ന് കൂടുതൽ നികുതി വാങ്ങിക്കുക, ജനങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാത്തിനും ഒരു തുക സർക്കാരിന് നൽകേണ്ടി വരിക എന്ന രീതിയാണ് ഇപ്പോൾ അവലംബിക്കാൻ പോകുന്നത് എന്നുള്ള നിരീക്ഷണമാണ് ഈ ചർച്ചയിൽ ഉയർന്നു വന്നത്. ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് 1957 EMS സർക്കാർ അധികാരത്തിലേറുമ്പം അവരുടെ മുന്നിലുള്ള ഒരു ബൂർഷ ജനാധിപത്യത്തിനകത്ത് നിന്നുകൊണ്ട് എങ്ങനെയാണ് സാധാരണക്കാർക്ക് നീതി ലഭ്യമാക്കുക എന്നുള്ള ചോദ്യമായിരുന്നു. അടിസ്ഥാന വർഗത്തിന് എങ്ങനെയാണ് നീതി ലഭ്യമാക്കുക എന്നുള്ള ചോദ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അന്നത്തെ കാലം തൊട്ട് കേരളത്തിന്റെ സമഗ്ര വികസനം മുഴുവൻ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഇന്നുണ്ടായ മുഴുവൻ മാറ്റങ്ങൾക്ക് കാരണം ഇടതുമുന്നണി ഒന്നുകിൽ ഒറ്റയ്ക്ക് ഭരിക്കുകയോ അല്ലെങ്കിൽ ഇടതുമുന്നണി ആരോടെങ്കിലും ചേർന്ന് ഭരിക്കുകയോ ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളിലുണ്ടായ വികസനമാണ്
എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ആദ്യമേ ബിർളയിലെ ഗോളി റയൻസ് തുടങ്ങുന്ന സമയത്ത് ബിർളയെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ആദ്യത്തെ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഇൻഡസ്ട്രികൾ ഇവിടെ നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തപ്പോൾ തന്നെ ഇവിടുത്തെ പൊല്യൂഷൻ, ഇവിടുത്തെ മറ്റ് പ്രശ്നങ്ങൾ, കാര്യങ്ങളൊക്കെ, ഇവിടുത്തെ കേരളത്തിന്റെ സമഗ്രമായ സിറ്റുവേഷൻ, ഇടനാടുകളുടെ കുറവ്, സ്പേസിന്റെ കുറവ്, പവറിന്റെ കുറവ്, ഇത്തരം കാര്യങ്ങളാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലത് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു റൂമിനകത്തിരുന്ന് നമുക്ക് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന വ്യവസായങ്ങളാണ്. അത്തരം വ്യവസായങ്ങളാണ് സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ. ആ സംരംഭങ്ങളെ നമ്മൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ മൂലധനം സ്വീകരിക്കുന്നതിനൊന്നും ആരും എതിരില്ല. സ്വകാര്യ സർവകലാശാലയുടെ വിഷയം ഇവിടെ പറയുന്നത് കേട്ടു. സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഡീംഡ് യൂണിവേഴ്സിറ്റികൾക്ക് എതിരാണ്. സ്വകാര്യ സർവകലാശാലകൾക്ക് നമ്മുടെ നോംസ് അനുസരിച്ച്, സർക്കാരിന്റെ നോംസ് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കാൻ ഉള്ള അംഗീകാരം മാത്രമേ കൊടുക്കത്തുള്ളൂ. അവിടെ കൃത്യമായിട്ട് സർക്കാരിന്റെ പ്രതിനിധി ഉണ്ടാവും. അത് സെലക്ഷനകത്തും എല്ലാ കാര്യങ്ങളിലും സർക്കാരിന്റെ പ്രതിനിധി ഉണ്ടാവും. അതിനകത്ത് കളക്ടർ അടക്കമുള്ള ആളുകൾ അതിനകത്ത് പ്രതിനിധികളായിട്ടുണ്ടാവും. അത് വിദ്യാഭ്യാസവുമായിട്ട് സംബന്ധിച്ചുള്ള കാര്യം. തീർച്ചയായും ഞാൻ ഒന്ന് ഇടപെടുന്നത് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ ബില്ലിലെ ചില വ്യവസ്ഥകളടക്കം ഒരു ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിലൊക്കെ ചില പാളിച്ചകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് സർക്കാരിനൊന്നും ഈ പറയുന്നത് പോലെ വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമോ എന്ന സംശയമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അതല്ല വിഷയം. നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. ഡോക്ടർ ജയരാജ്, വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒന്നുകൊണ്ട് രണ്ടുപേര് പറയുന്നത് കേട്ടു. ഒന്ന് എനിക്ക് തോന്നുന്നു സജീവൻ സാറല്ല, മറ്റേ പുള്ളിയുടെ പേര് എനിക്കറിയില്ല, സുജാതൻ സാറും പിന്നെ എം കെ ഹരിദാസുമാണ്. പി സുജാതനും എം കെ ഹരിദാസും രാജ്യങ്ങളിലുണ്ട്. സജീവൻ സാറല്ല, സുജാതൻ സാർ. സുജാതൻ സാർ പറയുന്നത് കേട്ടു. എന്തൊരു അദ്ദേഹം ഒരു മുതിർന്ന പത്രപ്രവർത്തകനല്ലേ, അദ്ദേഹത്തിന് അറിഞ്ഞൂടെ ബ്രസീലും വിയറ്റ്നാമിലും ലാവോസിലും കംബോഡിയയിലും എന്തിന് ലാറ്റിൻ അമേരിക്കയിലെ എത്ര രാജ്യങ്ങൾ, ചിലിയിലും പറഗ്വേയിലും എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ടെന്ന്. എന്തിനേറെ പറയുന്നു, പുട്ടിന്റെ റഷ്യയിൽ 2ാം സ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. ഇതൊന്നും അറിയാതെ കേരളത്തിൽ മാത്രമാണെന്നൊക്കെ പറയുന്നത് ഇത് ആരെടുത്താണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ചരിത്രത്തിന് നേരെയുള്ള, യാഥാർത്ഥ്യങ്ങൾക്ക് നേരെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറ്റം പറയാൻ വേണ്ടി, ചീത്ത വിളിക്കാൻ വേണ്ടി എന്തും പറയാവുന്ന സ്ഥിതിയിലേക്ക് കയ്യിൽ ഗൂഗിൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെയെങ്കിൽ ചൈനയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ. അങ്ങനെയല്ലല്ലോ. നമ്മളൊരു ജനാധിപത്യ സമൂഹത്തിൽ ഇടപെടുന്ന ഒരു പാർട്ടിയാണ്. ജനാധിപത്യ സമൂഹത്തിലെ അതായത് പാർലമെന്ററി ജനാധിപത്യത്തിൽ നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവമായിരിക്കത്തില്ല പാർലമെന്റ് സ്വഭാവം അല്ലാത്ത ഒരു സമൂഹത്തിൽ നിൽക്കുന്ന ഏകാധിപത്യ സ്വഭാവമുള്ള ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. കേരളത്തില് ഭാരതത്തിന്റെ ജനാധിപത്യ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ ഏത് പാർട്ടിയുണ്ട് 3 വർഷത്തിലൊരിക്കൽ സമ്മേളനം നടത്തുകയും വിമർശനം നടത്തുകയും സ്വയം വിമർശനം നടത്തുകയും നയരേഖകൾ പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടി ചർച്ചകൾ നടത്തുകയും ചർച്ചകൾ സംഘടിപ്പിക്കുകയും പിന്നെ ഈ രേഖ അതിനനുസരിച്ചുള്ള ഒരു വളർച്ച ആ പാർട്ടിക്ക് ലഭിക്കുന്നുണ്ടോ? ടെക്സ്റ്റ് വരട്ടെ, അതിന് ശേഷം ഞാൻ തള്ളിക്കളയുകയല്ല, എങ്കിലും താങ്കൾ ഈ പറയുന്നത് പോലുള്ള ഫിൽറ്ററിംഗ് ഒക്കെ നടക്കുമ്പോൾ യാതൊരു സംശയം വേണ്ട. പറഞ്ഞോളൂ. എല്ലാം ഫുൾ പ്രൂഫ് ആയിട്ടുള്ള സംവിധാനം ഉണ്ടെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാലും നമ്മൾ പൊതുവെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന സാഹചര്യങ്ങൾ, ക്ഷേമ പെൻഷനുകൾ, ക്ഷേമനിധി, ഇത്തരം കാര്യങ്ങളിൽ അടിസ്ഥാന വർഗത്തിന് ഉപയോഗപ്പെടുന്ന രീതിയിൽ പരമാവധി നമ്മളെ സഹായിച്ചുകൊണ്ട് പിന്നെ ബിൽഡ് ഓൺ ട്രാൻസ്ഫർ ഒക്കെ തുടങ്ങിയത് ആരാണ്? എല്ലാ കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനങ്ങളിലും ടോളുകളുണ്ട്, എല്ലാ സ്ഥലത്തും പിരിക്കുന്നുണ്ട്. നമ്മൾ ടോളൊന്നും പിരിക്കുന്നില്ല. യൂസർ ഫീയെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അതൊരു 50 വർഷം എടുത്ത്. അപ്പൊ ജനങ്ങളുടെ മേളിൽ അത്ര അധിക ഭാരം എടുക്കില്ല. വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന കണക്കുള്ള പൈസ നമ്മൾ ചെലവാക്കുമ്പോൾ കിഫ്ബിക്ക് പണം തിരിച്ചടയ്ക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഇതെല്ലാം സെസ് പിരിക്കുന്നേ, ഇതെല്ലാം ജനങ്ങളുടെ മേളിൽ നികുതി ഭാരം കെട്ടിവെക്കുന്നേ എന്നൊന്നും പറയുന്നില്ല. കേരളം ഒരു ഐലൻഡ് ഒന്നുമല്ല. കേന്ദ്രം എടുക്കുന്ന നയങ്ങൾക്കനുസരിച്ചല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തൊന്നും നിൽക്കാൻ പറ്റത്തില്ല. അതിന് പരിധിയുണ്ട്. ആ പരിധിയിലാണ് നമ്മളിവിടെ ഡീംഡ് യൂണിവേഴ്സിറ്റീസ് പോലുള്ള സംവിധാനങ്ങളെ അനുവദിക്കാത്തത്. അതുപോലെ തന്നെ മറ്റേ ഇൻഡസ്ട്രീസിന്റെ കാര്യത്തിലാണെങ്കിലും മൂലധന നിക്ഷേപം സ്വീകരിക്കുന്നതിന് കുറ്റമൊന്നുമില്ല. പക്ഷെ അതിനകത്ത് ചരടുകൾ പാടില്ല, കാണാ ചരടുകൾ പാടില്ല. ആ ചരടുകളുടെ കാര്യത്തിലാണ് ഇവിടെ തർക്കമുള്ളത്. ആ ചരടുകൾ വെച്ചിട്ട് നമ്മൾ മൂലധനം സ്വീകരിക്കില്ല. അവരുടെ ഹിഡൻ അജണ്ട വെച്ചിട്ട് നമ്മൾ ആരുടെയും കയ്യിൽ നിന്നും മൂലധനം സ്വീകരിക്കില്ല. അത് ഉറപ്പാണ്. അവിടെയാണ് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള അവര് ഈ റെഡ് കാർപ്പറ്റ് വിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അവരെ ഫിൽട്ടർ ചെയ്തിട്ട് മാത്രമാണ്, നമ്മുടെ കണ്ടീഷൻസ് അനുസരിച്ച് മാത്രമാണ്. പിന്നെ കമ്പ്യൂട്ടറിനെ കുറിച്ചൊക്കെ പറയുന്നത് എന്തൊരു അബദ്ധമായ വർത്താനമാണ് പറയുന്നത്. കമ്പ്യൂട്ടറൊക്കെ നടപ്പിലാക്കിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇവിടെ പറഞ്ഞ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇവിടുത്തെ തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടാൻ പാടില്ല,
ഡൗൺ സൈസിംഗിന്റെ ഭാഗമായിട്ട് പ്രൂണിങ്ങിന്റെ ഭാഗമായിട്ട് തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കമ്പ്യൂട്ടർവൽക്കരണം നടപ്പിലാക്കരുതെന്നാണ് പറഞ്ഞത്. അതിന് കമ്പ്യൂട്ടറിന് എതിരാണെന്നൊക്കെ പറയുന്ന ഒരു നറേഷൻ ഉണ്ടല്ലോ, അത് മഹാമോശമാണ്. കുറെ നാളുകൊണ്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ചർവണം നടത്തിയാൽ ബബിൾഗം പോലെ ഇങ്ങനെ ചവച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് സത്യമാണെന്ന് വിചാരിക്കുന്നത് ഗീബൽസിന്റെ തന്ത്രമാണ്. അതല്ലെങ്കിൽ കയ്യടി മേടിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ നോൺസെൻസിക്കൽ ആയിട്ടുള്ള ഒരു ടോക്കാണെന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതി തള്ളാനായിട്ട് കഴിയും. എഴുതിയിരുന്നത് തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ കണ്ടീഷൻസ് വെച്ചിട്ടാണ് നടപ്പിലാക്കിയത്. അതുകൊണ്ട് ഒരു തൊഴിലാളിക്ക് തൊഴിൽ നഷ്ടപ്പെടാൻ പാടില്ല. അവന്റെ തൊഴിൽ അല്ല, അത് വേറൊരു IT ബേസ്ഡ് ടെക്നോളജി എന്ന് പറയുന്നതും ഓഫീസിനകത്ത് കമ്പ്യൂട്ടറൈസേഷനും വ്യത്യസ്തമാണ്. ഇപ്പൊ ബാങ്കുകളിൽ ചെന്ന് കഴിഞ്ഞാൽ, മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തൊഴിലാളിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. തൊഴിലാളിക്ക് ഉപയോഗപ്രദമായ രീതിയിൽ, അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ഡൗൺ സൈസിംഗ് ചെയ്യാതെ ചെയ്യണമെന്ന് മാത്രമാണ് പറഞ്ഞത്. താങ്കൾ ശ്രദ്ധിച്ചു കാണും, അതായത് ഈ മൂലധന നിക്ഷേപവും ഒക്കെയായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നേരത്തെയും നടക്കുന്നതാണ്. പക്ഷേ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ, നിക്ഷേപകർ വരുമ്പോൾ അതിന്റെ കൃത്യമായ നിയന്ത്രണ ചരട് ഇടതുപക്ഷത്തിനുണ്ടാകും. അങ്ങനെ നിക്ഷേപകർ വന്നാൽ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അഭിലാഷിൽ നിന്നോ ഹരിദാസിൽ നിന്നോ ഒക്കെ വാങ്ങാം. പണ്ട് ADB വന്നപ്പോഴായിരുന്നു പ്രശ്നമെന്ന്. അന്ന് ADBയുടെ നിയന്ത്രണ ചരട് നിയന്ത്രിക്കാൻ ആർക്കും ശേഷി ഉണ്ടായിരുന്നില്ല എന്നതാണ് കാരണമെന്നാണ് ജയരാജനെ പോലെയുള്ളവർ പറയുന്നത്. പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വെറുതെ നിക്ഷേപങ്ങളെ സ്വീകരിക്കുക, അതൊന്നുമല്ല ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത് എന്നാണ്. അത് ജയരാജൻ പറയുന്നത് വളരെ സത്യമാണല്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയന്റെ പ്രായപരിധി നീട്ടി കൊടുത്തിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ കട്ടി ഈ പാർട്ടിയിൽ പിണറായി വിജയന് മാത്രമാണ് ഒരു സർക്കാരിനെ നയിക്കാനുള്ള പ്രാപ്തി ഉള്ളത് എന്നുള്ള ബോധം കൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത്. ഈ പാർട്ടിയുടെ മറ്റൊരു വിജയം എന്താണെന്ന് അറിയാം അഭിലാഷേ, അതായത് എന്ത് വിടുവായത്തരം ആരെന്ത് വിളിച്ചു പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് കുറെ അണികളുണ്ട്. ആ അണികളെ എന്തും പറഞ്ഞിട്ട്, അതാണല്ലോ ഷൊർണൂർ അപ്പം ഉണ്ടാക്കിയിട്ട് എറണാകുളത്ത് കൊണ്ട് വിറ്റിട്ട് തിരിച്ചു ചെന്നിട്ട് ദിവസം 1760 രൂപ ലാഭം ഉണ്ടാക്കാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ജയരാജൻ കമ്പ്യൂട്ടറിനെ പറ്റിയിട്ട് ന്യായീകരിച്ച പോലെ, ജയരാജൻ പോയിട്ടുണ്ടോ എന്ന് അറിയില്ല, എനിക്ക് അദ്ദേഹത്തെയൊക്കെ 10-15 വയസ്സെങ്കിലും കൂടുതലുണ്ടായിരിക്കാം. പക്ഷെ ഈ കമ്പ്യൂട്ടർ സമരത്തിന് വേണ്ടിയിട്ട് താലൂക്ക് ഓഫീസ് വളയാനും പോലീസിന്റെ ലാത്തി ചാർജില് ഒരു അടിയെങ്കിലും എന്റെ കാലിൽ കൊള്ളാനും അവസരം ഉണ്ടായ വ്യക്തിയാണ് ഞാൻ. അന്ന് പറഞ്ഞിട്ടുള്ളത് ഇതൊന്നുമല്ല. തൊഴിൽ സമരങ്ങൾ അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടുന്ന കാര്യം എന്നവർ പറഞ്ഞിട്ടായിരുന്നില്ല അന്നത്തെ സമരത്തിലെ മുദ്രാവാക്യങ്ങൾ. എന്താ വെച്ച് കഴിഞ്ഞാൽ പണിയില്ലാപ്പട പെരുകും നാട്ടിൽ വേണ്ട വേണ്ട കമ്പ്യൂട്ടർ, അരിയില്ലാത്തൊരു നാട്ടിൽ, പച്ചക്കറിയില്ലാത്തൊരു നാട്ടിൽ കമ്പ്യൂട്ടർ വേണ്ട. ട്രാക്ടറിന്റെ കാര്യത്തിൽ ഇദ്ദേഹത്തിന് എന്താണ് വിശദീകരണം നൽകാനുള്ളത്? അപ്പൊ ഇത്തരത്തിലുള്ള ഈ അപ്പക്കച്ചവടത്തിനും നാളെ തീർച്ചയായിട്ടും ഒരു ന്യായീകരണം കൊണ്ടുവരും. MV ഗോവിന്ദൻ ഉദ്ദേശിച്ചത് അങ്ങനെയൊന്നുമല്ല, MV ഗോവിന്ദൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്. അപ്പൊ ഈ അണികളോട് എന്തു പറഞ്ഞാലും അത് സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു അണികള്, അതായത് ഈ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ അണികൾ ഈ പാർട്ടിക്ക് ഉള്ളതാണ്. ഇത്തരത്തിലുള്ള വിടുവായത്വങ്ങള് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ ഉദ്ദേശ ലക്ഷ്യം വിജയകരമാകുന്നത് അങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. അഭിലാഷിനൊരു കാര്യം അറിയോ? എന്റെ നാട്ടില് ചെന്നൈയിൽ നിന്നൊരു കൂട്ടർ അവിടുന്ന് ജോലി റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരുമ്പോ ഒരു ലോറി സാധനം കൊണ്ടുവന്നു. അത് ഇറക്കാൻ വേണ്ടിയിട്ട് ലോകത്തില്ലാത്ത കൂലി ചോദിച്ച് 2 ദിവസം ആ ലോറിയോടെ പിടിച്ചിടേണ്ട കാര്യങ്ങളൊക്കെ വന്നു. അതിലൊരു വെസ്പ സ്കൂട്ടർ ഉണ്ടായിരുന്നു. ആ സ്കൂട്ടർ എന്താണെന്ന് ഇവര് പറഞ്ഞ ഈ CITUകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, വെസ്പ സ്കൂട്ടർ ഉള്ളവൻ പെറ്റിബൂർഷയും കാറുള്ളവൻ കുത്തക മുതലാളിയുമാണെന്നാണ് ഞങ്ങൾക്ക് പാർട്ടി ക്ലാസ്സിൽ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വെസ്പ സ്കൂട്ടർ ഉള്ളവൻ ഒരു പെറ്റിബൂർഷയാണ്. ഒരു കാരണവശാലും ഞങ്ങളുടെ പിടിവാശിയിൽ നിന്ന് പിൻപോട്ടില്ല, ഞങ്ങൾക്ക് ഇത്ര രൂപ കിട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാർട്ടി ക്ലാസ്സുകളിൽ അണികളിൽ കൊടുത്തിട്ടുള്ള ഇഞ്ചക്ഷന്റെ ഒരു ഡോസ് കേട്ടില്ലേ? അതായത് ഒരു വെസ്പ സ്കൂട്ടർ ഉള്ളവനെ പെറ്റിബൂർഷുമായിട്ട് കാണാൻ വേണ്ടി പഠിപ്പിച്ച പാർട്ടിയാണ് ഇന്ന് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ഏത് മുതലാളി വന്നാലും ആ മുതലാളിയോട് മുതലാളിത്ത ചങ്ങാത്തം, ഒക്കച്ചങ്ങാതി, പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒക്കച്ചങ്ങാതിയാക്കാൻ ഇവർ തയ്യാറെടുക്കുന്നത് ശരിയാണ്. കാലത്തിനനുസരിച്ച് മാറുന്ന ആ നയത്തെ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഒരു 25 കൊല്ലം മുമ്പ് ഇവർ ഇങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ എന്റെ കേരളം, എന്റെ കൂടി കേരളം എങ്ങനെയാകും എന്നുള്ളതാണ് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം. പിന്നെ ഇവിടെ ഈ സ്വകാര്യ സർവകലാശാലയുടെ കാര്യത്തിലെ വളരെയധികം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുകയാണെങ്കിൽ വളരെയധികം നിയന്ത്രണം ഗവൺമെന്റിൽ ഉണ്ടാവും. മറ്റ് ജനാധിപത്യ പാർട്ടികൾ ഭരിക്കുകയാണെങ്കിൽ അത് ഉണ്ടാകില്ല.
ഇത്തരത്തിലൊരു ആലോചനായോഗം നടക്കാൻ വേണ്ടിയിട്ട് കോവളത്തെ കാറിൽ നിന്നിറങ്ങിയ ഒരു വന്യവയോധികന്റെ ചെകിടത്തടിച്ചതിനുള്ള ന്യായീകരണം എന്താണ്? അല്ലാണ്ട് ഇത് സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങാൻ വേണ്ടിയിട്ടല്ല. ഇതിന്റെ ഒരു ശ്രീനിവാസന്റെ ഒരു മീറ്റിംഗിന് വേണ്ടി വന്നിറങ്ങിയ ആദരണീയനായ ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ചെകിടത്തടിച്ചത് എന്ത് മാനസികാവസ്ഥയുടെ പേരിലാണ്? അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ പാർട്ടിയുടെ കാര്യങ്ങളും വളർച്ചയും ഇങ്ങനെ ചെയ്യുന്ന പാർട്ടിയാണ് CPM, അങ്ങനെ ചെയ്യുന്ന പാർട്ടിയാണ് CPM. CPM-ന്റെ അവസാനിപ്പിക്കുകയാണ്. CPM-ന്റെ ഭരണസിരാ കേന്ദ്രം നിൽക്കുന്ന ഡൽഹിയിൽ നോട്ടയ്ക്ക് പുറകിലാണ് CPM-ന്റെ ഡൽഹിയിലെ വോട്ടിന്റെ നില എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് വേണം ബ്രസീലിലേക്കും ഉഗണ്ടയിലേക്കും ക്യൂബയിലേക്കും കൈ ചൂണ്ടാൻ എന്നാണ് എനിക്ക് ശ്രീ ജയരാജൻ അതാണ് ഇതിൽ ഉണ്ടാകുന്ന ഒരു സംശയം. ഇത്രയേ ഉള്ളൂ. ലളിതമായി നമുക്ക് പ്രേക്ഷകരിലേക്ക് പറഞ്ഞാൽ, ഇത് CPIM ചെയ്യുമ്പോൾ മാത്രം ഈ പറയുന്നത് പോലെ ഇപ്പോൾ ഈ വികസന രേഖ നോക്കൂ, അതിൽ പറയുന്നത് എന്താണ്? സ്വകാര്യ നിക്ഷേപങ്ങൾ ആകാം, ലാഭത്തിൽ പോകുന്നില്ല സ്ഥാപനങ്ങൾ എന്ന് കണ്ടാൽ അതാകാം, അതല്ല എങ്കിൽ PPP മോഡലിൽ ഉള്ള നിക്ഷേപങ്ങൾ ആകാം, ടോൾ പിരിക്കാം, സെസ് ഏർപ്പെടുത്താം. ഇതെല്ലാം പറയുമ്പോൾ ഇതെല്ലാം ഇടതുപക്ഷം ചെയ്യുമ്പോൾ മാത്രം ശരിയും മറ്റുള്ളവർ ചെയ്യുമ്പോൾ തെറ്റും എന്നുള്ളതാണ്. അത് ചരിത്രം പരിശോധിച്ചാലും അങ്ങനെയാണ്. അവിടെയാണ് ഈ ADB വായ്പയും ഒക്കെയായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നേരത്തെ തന്നെ ചർച്ചയുടെ ഭാഗമായി വരുന്നത്. അതെങ്ങനെ ശരിയാകും എന്ന്. കാരണം ഈ ആശയങ്ങളൊക്കെ നേരത്തെ തന്നെ ഇതര രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ സമൂഹത്തിന്റെ മറ്റു കോണുകളിൽ നിന്ന് ഉയരുകയും മറ്റ് സംസ്ഥാനങ്ങളിലെങ്കിലും ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് പ്രാവർത്തികമായി കഴിഞ്ഞ ഒന്നാണ്. അഭിലാഷ്, അങ്ങനെയല്ല അതിനെ നോക്കിക്കാണേണ്ടത്. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്ന് പറഞ്ഞ 3 നയങ്ങൾ നമ്മൾ നടപ്പിലാക്കുന്നതിന് മുമ്പേ തന്നെ ഘാട്ട് കരാറിലും ട്രിപ്സിനും ട്രീറ്റിയിലും നമ്മൾ ഒപ്പിട്ടിരുന്നു. അതിനുശേഷം ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് അതിഭീകരമായ മാറ്റമാണ് രാജ്യത്തുണ്ടായത്. അത്തരം മാറ്റങ്ങൾ വരുമ്പോൾ അതിനെതിരെ പിടിച്ചു നിൽക്കാനായിട്ട് ഒരു ആൾട്ടർനേറ്റീവ് ഇല്ലെന്നാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ദർ ഇസ് നോ അതർ ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞ് അപ്പോൾ പറഞ്ഞത് രാജ്യത്തെ ഇടതുപക്ഷങ്ങൾ, വിദേശത്തുള്ള ഇടതുപക്ഷങ്ങൾ എല്ലാവരും പറഞ്ഞ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, സോഷ്യലിസം ഈസ് ദ ആൾട്ടർനേറ്റീവ്. സീത എന്ന് പറഞ്ഞിട്ടൊരു ആൾട്ടർനേറ്റീവ് ഉണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയും അത് അനുഭവത്തിൽ അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതുപോലെയാണ് കേന്ദ്രം സ്ഥിരമായി കേരളത്തിന്റെ ശ്വാസം മുട്ടിക്കുകയും ഫെഡറൽ സംവിധാനത്തിന്റെ മുഴുവൻ മാന്യത എടുത്തു കളയുകയും ചെയ്യുമ്പോൾ പോലും നമ്മൾ കിഫ്ബിയിലൂടെ പണം സമാഹരിക്കുന്നതും ഇവിടെ പദ്ധതികൾ നടപ്പിലാക്കുന്നതും ഇവിടെ ഗെയിൽ പൈപ്പ് ലൈനെതിരായിട്ട് സമരം കൊണ്ടുവന്നു, 6 വരി പാതയ്ക്കെതിരായിട്ട് സമരം കൊണ്ടുവന്നു, കേരളിനെതിരായിട്ട് സമരം കൊണ്ടുവന്നു, KFOണിനെതിരായിട്ട് ഏത് വികസന പദ്ധതിക്കെതിരെയാണ് പിന്നെ സമരം കൊണ്ടുവരാതിരിക്കുന്നത്? ആ സമയം കഴിഞ്ഞ 9 പൊളിഞ്ഞു വീണ പാലാരിവട്ട പാലമല്ലേ? അല്ല, ഗെയിൽ പദ്ധതിക്കും അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനും ഒക്കെ എതിരെ സമരം ചെയ്ത് CPM അല്ലേ പ്രധാനമായും? നെടുമ്പാശ്ശേരി ഓരോ കാര്യം ഇപ്പൊ നേരത്തെ സ്വകാര്യ സർവകലാശാലയുടെ കാര്യവും പുഷ്പന്റെ വിഷയമൊക്കെ പറയുണ്ടായി. അത് സ്വന്തമായിട്ട് ട്രസ്റ്റ് ഉണ്ടാക്കി സ്വന്തമായി K കരുണാകരന്റെ MVRന്റെയും പേരിൽ മാറ്റുന്നതിനെതിരെയുള്ള സമരമായിരുന്നു ആ സമരം എന്ന് എല്ലാവർക്കും അറിയാം. അത് സ്വാശ്രയ സർവകലാശാലകളുടെ പേരിലുള്ള സമരമായിരുന്നില്ല. പലപ്പോഴും അത് ചിത്രീകരിക്കപ്പെടുന്നത് സ്വാശ്രയ സമരം എന്നുള്ള അവിടെയാണ് ഈ സംശയം. താങ്കൾ പറഞ്ഞ ഉദാഹരണത്തിൽ തന്നെയാണ്. അതായത് വിമാനം ഇറങ്ങിയാൽ എന്റെ നെഞ്ചത്തു കൂടിയാണ് ഇറങ്ങൂ എന്ന് പറയുന്ന ശർമ്മ പിന്നീട് സിയാലുമായി എങ്ങനെ സഹകരിച്ചു എന്ന് താങ്കൾക്കറിയാം. ഗെയിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയ അതേ പാർട്ടിയുടെ സർക്കാർ ഭരിക്കുമ്പോൾ പിന്നീട് വന്ന സമരക്കാരെ എങ്ങനെ നേരിട്ടു എന്നറിയാം. അതാണല്ലോ ഞാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് കച്ചവടമായിരുന്നു. അതുമായിട്ട് പച്ചയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് കച്ചവടമായിരുന്നു. ആ കച്ചവടവും അത്തരം ഇടപാടുകളും പൊളിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വൻതോതിൽ നേരത്തെ സ്ഥലം വാങ്ങിക്കൂട്ടുകയും അതിനുശേഷം ഒരു സ്ഥലത്ത് വിമാനത്താവളം തുടങ്ങാനായിട്ട് പ്രഖ്യാപനം നടത്തുകയൊക്കെ ചെയ്തതിന്റെ വാസ്തവം ആ കാലത്തുള്ള പത്രങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ, ആ കാലത്തുള്ള വാരികകൾ വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കും. അതുകൊണ്ടാണ് നെടുമ്പാശ്ശേരിയിലൊക്കെ എയർപോർട്ട് തുടങ്ങുന്ന സമയത്ത് അതുപോലെ സീ പ്ലെയിൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടപ്പിലാക്കിയെന്ന് പറയുന്നു. സീ പ്ലെയിൻ എവിടെയാണ്? പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ അന്നം മുട്ടിക്കുന്ന രീതിയിലാണ് അന്ന് സീ പ്ലെയിൻ ഏർപ്പെടുത്തിയത്. ആ സമയം ഇപ്പോൾ കേന്ദ്ര ഫണ്ടിന്റെ ഉഡാൻ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് സീ പ്ലെയിൻ ഇറങ്ങിയത് എവിടെയാണ്? ഡാം സൈറ്റിൽ അത് വയബിൾ അല്ല, വന്യമൃഗങ്ങൾക്ക് അത് ശല്യം ഉണ്ടാക്കുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ അതിനെ ഒരു കണ്ടീഷനിൽ വെച്ചിരിക്കുകയാണ്. അല്ലാതെ ഈ പറഞ്ഞ കണക്കുള്ള തോന്നിയ സ്ഥലത്ത് ഒരു ലൈസൻസും ഇല്ലാത്ത ഒരു പൈലറ്റിനെ കൊണ്ടുവന്നിട്ട് ആ പൈലറ്റ് ഇവിടെ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളൊക്കെ എന്റെ വീട്ടിന് മുമ്പിലാണ് കൊല്ലത്ത് അതിന്റെ ഒരു ലോഞ്ച് പാഡ് ഉണ്ടായിരുന്നത്. ശ്രീ രവിശങ്കറിന്റെ ആശ്രമത്തിന്റെ തൊട്ടു മുമ്പില്
ആ ലോഞ്ച് പാഡ് ഉണ്ടായിരുന്നു. അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ സമരം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് അഷ്ടമുടിക്കായലിലെ റംസാർ സൈറ്റ് ആയിട്ടുള്ള അഷ്ടമുടിക്കായലിലെ മത്സ്യത്തൊഴിലാളികൾ സമരം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് അന്ന് സമരം ചെയ്തത്. അതായത് താങ്കൾ പറയുന്നത് CPM-ന്റെ നിയന്ത്രണത്തിലുള്ള കാലഘട്ടത്തിൽ മറ്റാർക്കും ചൂഷണത്തിന് അവസരം കൊടുക്കാതെ വളരെ കൃത്യമായി സർക്കാർ നിയന്ത്രിച്ചുകൊണ്ടുള്ള നിക്ഷേപങ്ങൾ മാത്രമേ നടക്കൂ. തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാമല്ലോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാമല്ലോ, പ്രീവിയസ് ആയിട്ടുള്ള അനുഭവങ്ങൾ എടുത്ത് പരിശോധിക്കാമല്ലോ. എന്തിനേറെ പറയുന്നു, കോൺഗ്രസുമായിട്ട് ചേർന്ന് ഭരിച്ച അച്യുതമേനോന്റെ കാലത്ത് നടത്തിയ വികസനങ്ങളെ കുറിച്ച് ആർക്കെങ്കിലും എതിരെ അഭിപ്രായമുണ്ടോ? അന്ന് ഇടതുപക്ഷമായിരുന്നല്ലോ. പക്ഷേ എന്തായാലും എനിക്ക് തോന്നുന്നു ഈ റീബിൽഡ് കേരള എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള നീക്കങ്ങളിൽ പോലുമൊക്കെ ആരൊക്കെയാണ് അതിൽ കടന്നുകൂടിയിട്ടുള്ളത് എന്നൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കൗതുകം തോന്നില്ലേ ശ്രീ ജയരാജ്? ഇതിനകത്തൊക്കെ ഒരു ഫിൽറ്ററിംഗ് മെക്കാനിസം ഉണ്ട്. അത് കൃത്യമായിട്ട് പൊതുജന സമക്ഷത്ത് വരികയാണ്. അപ്പൊ മാധ്യമങ്ങളുടെ പങ്ക് എന്താണ്? ഇത്തരം കാര്യങ്ങളൊക്കെ തുറന്നു കാണിക്കുക. എന്തായാലും താങ്കൾ അത് പറഞ്ഞതുകൊണ്ട് നമുക്കിനി ഒരുപാട് സമയമില്ല. എനിക്കൊന്ന് അടുത്ത ഘട്ടത്തിലേക്ക് ഇതിൽ തന്നെ ഈ പ്രവർത്തന റിപ്പോർട്ടിൽ വമ്പൻ വ്യവസായങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ അടിസ്ഥാന വിഭാഗങ്ങളെ മറക്കരുത് എന്ന് സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പാർട്ടി കെട്ടിപ്പടുത്തത് തൊഴിലാളികളിലൂടെയാണ് എന്ന് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. കയർ തൊഴിലാളികളെ രണ്ടാം പിണറായി സർക്കാർ തഴഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനം ശ്രീ ജയരാജ് താങ്കൾ കൂടി കേട്ടുകൊള്ളൂ. അതായത് ആശാ സമരം നടക്കുമ്പോൾ PSC അംഗങ്ങളുടെ ശമ്പളം ഉയർത്തിക്കൊടുത്തു. അതാണ് നേരത്തെ സുജാതൻ സാർ ഇവിടെ പറഞ്ഞത്. ഞാനൊന്ന് താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് സജീവൻ സാർ ഈ പരാമർശങ്ങൾ പരിശോധിക്കുമ്പോൾ അതാണല്ലോ, അതായത് സുജാതൻ സാർ പറയുന്നത് പോലെ തൊഴിലാളികളെ പൂർണ്ണമായും തഴയുന്നു. എന്തിനാണ് ഇപ്പോൾ തന്നെ PSC അംഗങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളത്തെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. അവർക്ക് അവരുടെ ജീവിത ചെലവിന് കുറവൊന്നും അല്ലെങ്കിൽ ജീവിത ചെലവ് മുട്ടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വരുമാനമൊന്നും അല്ല ലഭിച്ചിരുന്നത്. അത് 3,80,000 രൂപയാക്കുന്നു. ആയുഷ്കാല പെൻഷൻ ലഭിക്കുന്നു. അങ്ങനെ മാറ്റാനൊക്കെ നമ്മുടെ പാർട്ടി സംവിധാനത്തിന് കൃത്യമായി അറിയാം. പക്ഷേ ആശാ വർക്കർമാരെ ഇപ്പോഴും അത് മറ്റാരോ പ്ലാൻ ചെയ്ത സമരമായി കാണുന്നു എന്ന് പാർട്ടി വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യതിയാനം പ്രതിനിധികൾ ചോദ്യം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കാരണം ഏതൊക്കെ വിഷയങ്ങളെയാണ് പാർട്ടി അഭിസംബോധന ചെയ്യേണ്ടത്, ഏതൊക്കെ വിഷയങ്ങളെ ഏതൊക്കെ രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഒരു വലിയ ഒരു ക്രൈസിസ് പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ താങ്കൾ പറഞ്ഞ PSC മെമ്പർമാർക്ക് അവർക്ക് ഇപ്പോൾ തന്നെ നമുക്ക് രാജകീയമായിട്ടുള്ള ആ വേതനമാണ് അവർക്ക് കിട്ടുന്നത്. അതിനപ്പുറത്തേക്കൊരു വേതനം പല ആളുകളും ചോദിക്കുക, എന്താണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ CPM-ന്റെ ഭാഗമായിരുന്ന പല ആളുകളും എന്നോട് ഫോണിൽ ചോദിക്കാറുണ്ട്, എന്താണ് ഇവരുടെ യോഗ്യത, താങ്കൾക്കറിയാമോ ഇവരുടെ അടിസ്ഥാന യോഗ്യത എന്താണെന്നുള്ളത്. കാര്യം അവർ അറിയാത്തതുകൊണ്ട് പറയുന്നത് ഒരു അടിസ്ഥാന യോഗ്യതയും വേണ്ടാത്ത ആളുകൾക്കാണ് വേണ്ട, അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് കൊടുക്കുന്നു. അപ്പൊ ആളുകൾ കുറച്ചല്ലേ എന്നുള്ളത് ന്യായീകരണം പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. ആശാ വർക്കർമാരുടെ കാര്യം നമുക്കറിയാം. ആശാ വർക്കർമാർ ഇപ്പൊ എളമരം കരിയുമൊക്കെ പറഞ്ഞ പോലെ പാട്ടം കിളിക്കുന്ന ആളുകളൊക്കെയാണ് ഇതിനെ സംഘടിപ്പിച്ചതെങ്കിൽ പോലും ആ പറയുന്ന ആളുകളുടെ വേതനം എന്താണ്? ഇതുവരെ ഇപ്പോഴതിന്റെ കുടിശ്ശിക തീർത്തു. കുടിശ്ശിക കൊടുക്കുന്നവരെ കുടിശ്ശിക ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരു പക്ഷത്ത് വളരെ കുറഞ്ഞ പ്രതിഫലം കിട്ടുന്ന ആളുകൾക്ക് വേതനം കുടിശ്ശികയായി നിൽക്കുകയും ഇവരുടെ കാര്യം ആരും ആവശ്യപ്പെടാതെ തന്നെ മന്ത്രിസഭ സ്വയം തീരുമാനിച്ചുകൊണ്ട് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ട് അതാണ് പാർട്ടിയുടെ ഈ സമ്മേളനങ്ങളുടെ പ്രത്യേകത. നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു ഈ PSC അംഗങ്ങളൊക്കെ, ഞങ്ങൾക്ക് തികയുന്നില്ല, വലിയ ബുദ്ധിമുട്ടിലാണ് എന്ന്. അതെ, അത് നമുക്കറിയാം. പക്ഷേ ഇവരുടെ ഇപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാശ് എത്രയാണ്? ഇപ്പോഴിവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന കാശ് 4 ലക്ഷം എന്ന് പറയുന്നത് അവർ ശമ്പളത്തിന്റെ ഇനത്തിലാണ്. ബാക്കിയുള്ള അവർക്ക് കിട്ടുന്ന മറ്റ് പ്രതിഫലങ്ങൾ വേറെ ഉണ്ടല്ലോ. ഇതെല്ലാം കൂടി കൂടുമ്പോൾ അവർ അതും എന്ത് അടിസ്ഥാന യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നുള്ള ചോദ്യമുണ്ട്. ഇത്തരം കുറെ കാര്യങ്ങൾ അത് അവിടെയാണ് ഇപ്പൊ പറയുന്ന ഇത് ശരിയായിട്ട് ഇവിടെ ഈ സമ്മേളനത്തിൽ തന്നെ ചിത്തരഞ്ജൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിച്ച പോലെ അടിസ്ഥാന വർഗത്തിന്റെ കാര്യം മറന്നുകൊണ്ടുള്ള ഒരു മുന്നോട്ടേക്ക് പോക്ക് എന്ന് പറയുന്നത് അതൊരു ഒരു ചോദ്യമാണ്. കാരണം പാർട്ടി വർഗസമരത്തിന്റെ തത്വത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ടായിട്ടുള്ള ഒരു പാർട്ടിയിൽ അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ ഈ തൊഴിലാളി വർഗത്തെ മറന്നുകൊണ്ട്
മുതലാളിത്തത്തിനോട് ഒപ്പം ചേർന്ന് പൂർണ്ണമായിട്ടും സാമ്പത്തികമായിട്ട് ഉന്നതിയിലുള്ള ആളുകൾക്കൊപ്പം നിൽക്കുക എന്ന് പറയുന്നതിനെ ചോദ്യം ചെയ്തു. അപ്പം ഈ സമ്മേളനങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത തന്നെ ഇത്തരം ചോദ്യം ചെയ്യലുകൾ അവിടെ നടക്കുന്നു എന്ന് പറയുന്നത് അതിനകത്ത് ശരിയായിട്ടുള്ള ഈ വിമർശനവും സ്വയം വിമർശനവും സ്വയം വിമർശനം നടക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും വിമർശനത്തിന് ഫോറത്തിനകത്തെങ്കിലും ആ വിമർശനത്തിന് അവസരം കിട്ടുന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ലോക്കൽ തലം മുതൽ ഈ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതിപ്പോ സംസ്ഥാന തലത്തിലേക്ക് എത്തിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇത് ആ പാർട്ടിക്ക് ഗുണം ചെയ്യാവുന്ന രീതിയിലുള്ള ചർച്ചയാണ്. പിന്നീട് തീരുമാനം എന്താണ് വരിക എന്ന് നമുക്കറിയാൻ പറ്റും. തീർച്ചയായും. ശ്രീ സുജാതൻ, നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമാവുകയാണ്. താങ്കളുടെ നിരീക്ഷണത്തിൽ ഇത്തരം ചർച്ചകളൊക്കെ പ്രതിനിധികൾ ഉയർത്തുന്നു എന്നതിനപ്പുറത്ത് അതൊക്കെ കാര്യമായി നടപ്പിലാക്കാൻ പാർട്ടിക്ക് തയ്യാറാകുമെന്നോ അതിനുള്ളൊരു സാധ്യതയോ താങ്കൾ കാണുന്നുണ്ടോ? അല്ല, പാർട്ടി വിചാരിച്ച പലതും നടക്കും. ഡോക്ടർ ജയരാജ് പറഞ്ഞല്ലോ, അദ്ദേഹം ആഗോള കമ്മ്യൂണിസം അരോഗ ദൃഢഗാത്രമായി മുന്നോട്ട് പോവുകയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അദ്ദേഹം കൊല്ലത്തുകാരനാണെന്ന് ഞാൻ അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. കൊല്ലം ഒരു കാലത്ത് കേരളത്തിലെ വ്യവസായ തലസ്ഥാനമായിരുന്നു. അവിടെ ടൈൽ ഫാക്ടറികൾ ഉണ്ടായിരുന്നു. അവിടെ ധാരാളം കാഷ്യൂ ഫാക്ടറികൾ ഉണ്ടായിരുന്നു. സ്ത്രീ തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിരുന്ന ഒരു ജില്ലയായിരുന്നു കൊല്ലം. കൊല്ലത്ത് ആണ് പല തൊഴിലാളി പ്രസ്ഥാനങ്ങളും ഉയർന്നു വന്നത്. അവിടെ ആ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ പിന്തുണയൊന്നും ഇപ്പോൾ പാർട്ടിക്കില്ല. അവിടെ ഇപ്പോൾ പാർട്ടിയുടെ സമ്മേളനം നടക്കുകയാണ്. ആ തൊഴിലാളി പ്രസ്ഥാനങ്ങളും ആ തൊഴിൽ മേഖലകളിൽ എത്ര പേരുണ്ട് പങ്കെടുക്കാൻ? ആ വ്യവസായങ്ങളൊക്കെ ഇവിടെ പോയി. അവിടെ മണൽ കമ്പനി ചവറയില് KMML അവിടുത്തെ പിന്നെ പ്രബല യൂണിയൻ RSPയുടേതായിട്ട് RSP നയിക്കുന്ന തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കായിരുന്നു അവിടെ ശക്തി കൂടുതൽ. അവിടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനം വളരെ ദുർബലമായിരുന്നു ആ കാലത്ത്. പക്ഷെ അവിടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തി പ്രാപിച്ചത് ദാസ് ക്യാപിറ്റൽ വായിച്ചിട്ടല്ല, സാംബശിവന്റെ കഥാപുസ്തകം കേട്ടു, ആറ്റിങ്ങൽ സ്വദേശാഭിമാനി തിയേറ്റേഴ്സിന്റെ നാടകം കണ്ടുവരികയാണ്. അങ്ങനെയാണ് തൊഴിലാളി വർഗ ആശയങ്ങൾ അവിടെ പ്രചരിച്ചത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ യന്ത്രം എന്ന ഒരു കഥാപ്രസംഗം സാംബശിവൻ അവതരിപ്പിച്ചു. മലയാറ്റൂർ രാമകൃഷ്ണന്റെ യന്ത്രം കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിച്ചപ്പോൾ അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അനുഭാവമുള്ള സെക്രട്ടേറിയറ്റിലെ ഒരു സെക്രട്ടറി ലെവൽ ഉദ്യോഗസ്ഥന്റെ മനോഭാവം ആവിഷ്കരിക്കുന്ന കൂട്ടത്തിൽ പിന്നെ സാംബശിവൻ പാടുന്നുണ്ട്, ദുഃഖിതരുടെ കണ്ണീരൊപ്പാൻ ദുസ്ഥിതി മാറ്റാൻ വരും, കലവറയില്ലാതെ അണിചേരുക നാം കാലത്തിന്റെ തിരക്കൂട്ടിൽ. അതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കാലത്തെ ആശയം. ആ ആശയരീതികളിൽ നിന്ന് മാറി 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 ഇപ്പോൾ കൊല്ലത്ത് നടക്കുന്ന എന്താണ് മൃദു ഹിന്ദുത്വ സ്വഭാവത്തിലേക്ക് പാർട്ടി മാറുകയാണ്. പാർട്ടിയുടെ അണികളിൽ നിന്ന് ഹിന്ദുക്കൾ ചോർന്നു പോകുന്നു. അത് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് പാർട്ടി നേരിട്ട് അനുഭവിച്ചതാണ്. ഒറ്റ സീറ്റിൽ ജയിക്കാൻ മാത്രമേ പാർട്ടിക്ക് കഴിഞ്ഞുള്ളൂ. അപ്പോ അതുകൊണ്ട് പാർട്ടി ഒരു തിരിച്ചറിവിലാണ്. BJPയെ എങ്ങനെ തോൽപ്പിക്കാം, BJPയുടെ അണികളിലേക്കുള്ള ചോർച്ച തടയുവാൻ പാർട്ടി മൃദു ഹിന്ദുത്വ സമീപനത്തിലേക്ക് സഞ്ചരിക്കുകയാണ് എന്ന് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂനപക്ഷങ്ങളോടുള്ള നിലപാടടക്കം ഇപ്പോൾ സ്വീകരിച്ചു പോകുന്ന തുടരട്ടെ എന്നാണ്. സാർ ദയവായി ക്ഷമിക്കണം, കാരണം ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. മാത്രമല്ല ജയരാജ് സാർ അവസാനം ആണ് ആദ്യത്തെ സെഷനിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ജയരാജ് സാർ വളരെ പെട്ടെന്ന് മറുപടി നൽകി അവസാനിപ്പിക്കണം. ശരിയാണ്, ഇൻഡസ്ട്രീസിന്റെ തലസ്ഥാനമായിരുന്നു, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ തലസ്ഥാനമായിരുന്നു കൊല്ലം. അത് ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു. എങ്ങനെയാണ് അവിടെ നിന്ന് പോയത്? കുറഞ്ഞ കൂലിക്ക് വേണ്ടി കശുവണ്ടി ഫാക്ടറികളെല്ലാം അവിടുത്തെ മുതലാളിമാർ തമിഴ്നാട് കേരള ബോർഡറിലോട്ട് മാറ്റി പാർപ്പിച്ചതുണ്ട്. അതേ സംഭവം തന്നെയാണ് ടൈൽ ഫാക്ടറിയുടെ കാര്യത്തിൽ നടന്നത്. അവിടെ കുറഞ്ഞ കൂലിക്ക് ആള് കിട്ടുന്നുണ്ട്. ഇവിടെ വേതന വ്യവസ്ഥ നടപ്പിലാക്കിയതുകൊണ്ട് കുറഞ്ഞ കൂലിക്ക് ആള് അതിന് വേണ്ടിയിട്ട് മുതലാളിമാർ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ്. അല്ലാതെ ഒരു മുതലാളിയെയും പീഡിപ്പിച്ചുകൊണ്ടൊന്നും അല്ല ആരും ഇവിടുന്ന് പോയതെന്നും. അതുപോലെ കയർ തൊഴിലാളികളുടെ കയർ ഇറക്കുമതി ധാരാളമായിട്ടുണ്ടായതുകൊണ്ടും ഗുജറാത്തിൽ നിന്നും മറ്റു സ്ഥലത്തു നിന്നുമൊക്കെ ട്രീറ്റ് ചെയ്ത് കായലിലിട്ട് ട്രീറ്റ് ചെയ്യേണ്ടെന്ന അവസ്ഥയില്ലാതെ അവര് വേറൊരു സാധനം കൊണ്ട് പുകച്ച് ഗോൾഡൻ ഫൈബറായിട്ട് ഇറക്കി വിദേശത്തോട്ട് എക്സ്പോർട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് കയർ വ്യവസായത്തിൽ പ്രശ്നങ്ങളുണ്ടായത്. നമ്മൾ ചകിരിവിച്ച യന്ത്രങ്ങളും മറ്റുമൊക്കെ സ്ഥാപിക്കാനായിട്ട് പരാജയപ്പെട്ടു പോയി. അതുപോലെ തന്നെ അത് ഹൈടെക് ആവാനായിട്ട് ആ സമയത്ത് കുറെ വൈകിപ്പോയി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ശ്രീ വി സാംബശിവനെ സ്മരിച്ചതിൽ വളരെ വളരെ സന്തോഷമുണ്ട്.
അദ്ദേഹത്തിന്റെ കഥാപ്രസംഗങ്ങളൊക്കെ കേട്ടു തന്നെയാണ് ഞാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആകൃഷ്ടനാവുന്നത്. ശരി. അദ്ദേഹത്തിന്റെ എല്ലാ കഥകളും, ഒരുവിധപ്പെട്ട എല്ലാ കഥകളും ഞാൻ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരാളാണ്. യന്ത്രം ഉൾപ്പെടെ, മലയാറ്റൂർ രാമകൃഷ്ണന്റെ യന്ത്രം ഉൾപ്പെടെ, രഘുവിനെ പേപ്പട്ടി വെച്ച് കൊല്ലുന്നതും ഒക്കെ കൃത്യമായിട്ട് വേരുകളും, പിന്നെ അതുപോലെ തന്നെ ഷോളക്കോവിന്റെ ഡോൺ ശാന്തമായി ഒഴുകുന്നതും ഒക്കെ അനീസിയും എല്ലാം ഒരിക്കലും മറക്കാനാവില്ല. അപ്പം അതാ ഒരു കാലഘട്ടം. അപ്പൊ മാറിയ കാലഘട്ടത്തിൽ ഇൻസ്റ്റാഗ്രാമിന്റെ റീലുകളുടെയും ഫേസ്ബുക്കിന്റെയും സോഷ്യൽ മീഡിയയുടെയും തരംഗമാണ്. അപ്പോൾ അതിനനുസരിച്ച് പാർട്ടി മാറുന്നു എന്നാണ്. ദയവായി എല്ലാവരും ക്ഷമിക്കുക, എനിക്ക് സമയം എക്സീഡ് ആയിപ്പോയി എന്നതുകൊണ്ടാണ് ഇടപെടേണ്ടി വരുന്നത്. വളരെയധികം നന്ദി. CPIMന്റെ നയവ്യതിയാനം വൈകി വന്ന് വിവേകമോ എന്നായിരുന്നു ഞങ്ങൾ ഓൺലൈൻ വഴി ചോദിച്ച ചോദ്യം. 78% പ്രേക്ഷകർ അതെ എന്ന അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ 14% പ്രേക്ഷകർക്ക് മാത്രമാണ് CPIMനെ പിന്തുണയ്ക്കുന്നത് എന്നുള്ളതാണ്. 8% പ്രേക്ഷകർ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചു. പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും ഇതേ സമയം കാണാം. നമസ്കാരം.